പൊതുവെ ആ പ്രദേശത്തുള്ള ആൾക്കാരിൽ അങ്ങനെ കണ്ടിട്ടില്ല. കൗതുകത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സഞ്ചാരത്തിനോടുള്ള ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടോ ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് ഈ സഞ്ചാരത്തിൻ്റെ വരിയിലേക്ക്, അതിൻ്റെ കാന്തിക വലയത്തിലേക്ക് ഒന്ന് വീഴാൻ ഉണ്ടായിട്ടുള്ള ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഉണ്ടാകാം അത്തരൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ സഞ്ചാരത്തിലേക്ക് വന്ന കഥ എനിക്ക് തോന്നുന്ന ഒരു 100 തവണയെങ്കിലും പല മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ പാല അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് ധാരാളം ആളുകൾ സഞ്ചരിക്കാറുണ്ട്. അതിൽ കേരളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ പുസ്തകം എഴുതിയ പാറേമാക്കൽ ഗോവർണദോർ എന്നയാൾ പാലക്കാരനാണ്, രാമൂര്. അപ്പം നൂറ്റാണ്ടുകളുടെ സഞ്ചാര ചരിത്രമുണ്ട്. ആദ്യമായിട്ട് അവിടെ നിന്ന് റോമിലേക്ക് പോയതും പോർച്ചുഗലിലേക്ക് പോയതും ഒക്കെ അദ്ദേഹത്തിൻ്റെ കഥകളിലുണ്ട്, യാത്രാ വിവരണത്തിലുണ്ട്. പിന്നീട് നമുക്കറിയാം സക്രിയ പാലക്കാരനാണ്. അപ്പോൾ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു പ്രദേശമാണ്. സാഹസിക ബുദ്ധി വളരെ കൂടുതലുള്ളതുകൊണ്ടാണല്ലോ 40കളിലും 50കളിലും ഒക്കെ സാധ്യതകൾ തേടി പ്രത്യേകിച്ച് ഈ പ്രദേശത്തേക്കും വടക്കൻ കേരളത്തിലേക്കും ഒക്കെ യാത്ര ചെയ്തത്. അതിനുശേഷം എനിക്ക് തോന്നുന്നത് കോട്ടയം, പത്തനംതിട്ട പ്രദേശത്തു നിന്നൊക്കെ ആയിരിക്കണം ഏറ്റവും അധികം ആളുകൾ അക്കാലത്ത് ആദ്യകാലത്ത് അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ടാവുക, USA പോയിട്ടുണ്ടാവുക. അപ്പോൾ കുടിയേറ്റം എല്ലാ പ്രദേശത്തുമുണ്ട്. പ്രത്യേകിച്ച് ആ പ്രദേശത്തും ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്ന സംസ്കാരം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ബാല്യകാലം മുതൽ യാത്രകൾ ഒരു മോശം കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു ഞാൻ. എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു, മാതാവ് മുതൽ. അദ്ദേഹം അധ്യാപകനായിരുന്ന ഒരു പാർലർ കോളേജിലാണ്, സ്വന്തമായിട്ടൊരു പാർലർ കോളേജ് നടത്തിക്കൊണ്ടിരുന്നയാളാണ്. അപ്പോൾ ഈ പാർലർ കോളേജിലെ വിദ്യാർത്ഥികളും ഒക്കെ ആയിട്ട് എല്ലാ വർഷവും അദ്ദേഹം യാത്രകൾ നടത്തും. കേരളത്തിന് പുറത്തേക്ക് കർണാടകം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗോവ, ഇവിടേക്കൊക്കെ ഞാൻ എൻ്റെ ബാല്യകാലത്ത് യാത്ര നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം യാത്ര നടത്തുമ്പോൾ നമുക്ക് ഓരോ യാത്രയും കഴിഞ്ഞ് അടുത്ത യാത്രയ്ക്ക് നമ്മളെ അതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ പിതാവ് ഒരു വ്യവസ്ഥ വെക്കും. നീ ഈ യാത്രയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഈ യാത്രയുടെ ഒരു വിവരണം എഴുതി കൊടുക്കണം. ഈ യാത്രാ വിവരണം എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത യാത്രയ്ക്ക് നിങ്ങളെ പങ്കെടുപ്പിക്കൂ എന്ന് പറഞ്ഞ് എന്നെയും എൻ്റെ സഹോദരിമാരെയും കൃത്യമായിട്ടൊരു ഡയറിയൊക്കെ തന്ന് യാത്ര വിവരണം എഴുതാനുള്ളൊരു പ്രചോദനം തരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര തുടങ്ങുമ്പോൾ മുതൽ ഞങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ ഗൈഡുകളോ അല്ലെങ്കിൽ യാത്ര നയിക്കുന്നവരോ ഒക്കെ പറയുന്ന ആ നാടിൻ്റെ വിശേഷങ്ങൾ ഒക്കെ കുറിച്ചെടുക്കും. തിരിച്ചു കൊണ്ടുവന്ന് തിരിച്ചെത്തിയതിന് ശേഷം ഏതാണ്ട് ഒരാഴ്ചക്കകം ഞങ്ങൾ മക്കൾ 3 പേരും, ഇപ്പം ഞങ്ങൾ 4 പേരുണ്ട്, പക്ഷെ അന്ന് എൻ്റെ ഇളയ അനിയൻ ജനിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും യാത്രാവിവരണങ്ങൾ എഴുതി കൊടുക്കും. അപ്പം യാത്ര നമ്മൾ അറിവുകൾ ശേഖരിക്കുകയും അത് എഴുതി സൂക്ഷിക്കുകയും അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യേണ്ട കാര്യമാണെന്നും അതൊരു തരം വിദ്യാഭ്യാസ പ്രവർത്തനമാണെന്നും മനസ്സിലാക്കിയ ഒരു കുടുംബത്തിൽ നിന്നും ആ പാരമ്പര്യത്തിൽ നിന്നും വന്നതുകൊണ്ട് ഞാൻ മാധ്യമപ്രവർത്തനം എൻ്റെ ഒരു മേഖലയായി തിരഞ്ഞെടുത്തതിന് ശേഷം ഈ മാധ്യമപ്രവർത്തനത്തിൽ പുതിയ എന്ത് ഒരാശയം ഉൾപ്പെടുത്താമെന്ന ചിന്തയിൽ യാത്രാവിവരണമാണ് എൻ്റെ മാധ്യമപ്രവർത്തനം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെനിക്ക് ഭയം തോന്നാതിരുന്നത് അല്ലെങ്കിൽ എന്നെ ആവേശം കൊള്ളിച്ചത് യാത്രകൾ ഇത്തരത്തിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടേണ്ടതാണ്. നമ്മളെപ്പോലെ യാത്ര ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി അത് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതാണെന്നുള്ളൊരു ചിന്തയുണ്ടായി. അതാണ് ശരിക്കും പറഞ്ഞാൽ സഞ്ചാരം തുടങ്ങുമ്പോൾ എനിക്ക് പ്രചോദനമായ ഒരു കാര്യം. പിന്നെ ഒപ്പം തീർച്ചയായിട്ടും ധാരാളം യാത്രാ വിവരണങ്ങൾ ഹൈസ്കൂൾ കാലത്ത് തന്നെ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അത് മിക്കവാറും എസ് കെ പൊറ്റക്കാടിൻ്റെ എല്ലാ യാത്രാ വിവരണങ്ങളും വായിച്ചിരുന്നു. അത് പലതവണ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു 2ാം വായനയുടെ സമയത്താണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ അക്ഷരങ്ങളിലൂടെ ലോകത്തെ കാണിച്ചു കൊടുത്ത ഈ സാഹിത്യകാരന് ഒരു കാലത്ത് സാഹസികമായി യാത്ര ചെയ്ത് ഇങ്ങനൊരു കാര്യം ചെയ്യാമെങ്കിൽ ഇന്നത്തെ കാലത്ത് എൻ്റെ മാധ്യമമായ ദൃശ്യമാധ്യമത്തിലൂടെ എന്തുകൊണ്ട് കുറെ കൂടെ വിപുലമായും വ്യക്തമായും ആളുകളെ ഈ നാടുകളെ കാണിച്ചുകൂടാ? അത് ഓരോ മനുഷ്യൻ്റെയും കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും എത്തുന്ന അവരുടെ സ്വീകരണ മുറിയിലേക്ക് ലോകത്തെ എത്തിക്കാൻ കഴിയുന്നൊരു പരിപാടിയാക്കി മാറ്റിക്കൂടാ എന്ന ചിന്തയുണ്ടായത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. ഞാൻ ഈ കുളങ്ങര ഫാമിലിയുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ ചേട്ടച്ചാര് ലേബർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാസിക അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 87 കാലത്തൊക്കെയാണ് ഞാൻ ഈ ലേബർ ഇന്ത്യ എന്ന് പറയുന്നത്. അന്ന് 10ാം ക്ലാസ്സിന് മാത്രമേ ഉള്ളൂ എന്നാണ് അതിൻ്റെ ഒരു അറിവ്. അതിനുശേഷമാണ് 9 പിന്നെ ക്ലാസ്സുകളിലേക്കൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ലേബർ ഇന്ത്യ എന്ന് പറയുന്നൊരു പേര് തന്നെ അന്ന് ബി ഗൈഡ് കത്തി നിൽക്കുന്നൊരു
കാലമാണ്. വി ഗൈഡാണ് നമ്മുടെ ഒരു അവസാന നിമിഷം നമുക്ക് ജയിക്കണമെങ്കിൽ വി ഗൈഡ് മേടിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നിന്ന് നേരെ ലേബർ ഇന്ത്യയിലേക്കുള്ള ഒരു വലിയ കുതിശയാട്ടം വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ലേബർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിൻ്റെയും അതിൻ്റെ ഈ മാധ്യമ പാരമ്പര്യത്തിൻ്റെയും ഒക്കെ സ്വാധീനം നിങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഒരു കുടുംബത്തിൽ നിന്ന് അതിറങ്ങുമ്പോൾ അതിൻ്റെ സകലമാന പ്രശ്നങ്ങളും പരിമിതികളും സാധ്യതകളും ഒക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഈ ലേബറിൻ്റെ പഠിച്ചിട്ട് ഒരുപാട് പേര് പഠിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ പഠിച്ച് രക്ഷപ്പെട്ട തലമുറ മുഴുവൻ ഇപ്പോൾ അന്യനാടുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേബർ ഇന്ത്യയുടെ ഒരു സാരഥി എന്നുള്ള നിലയിൽ തന്നെ ഇതിന് നിങ്ങൾക്കൊരു ചരിത്രപരമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ്. നമുക്ക് എന്താണ് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം? ഇങ്ങനെ ഈ പ്രവാസത്തിൻ്റെ നമ്മൾ തൊഴിലിന് വേണ്ടിയിട്ട് പണ്ട് പോലെ പ്രവാസത്തിൻ്റെ ഒരു പരമ്പര നമുക്കുണ്ട്. എങ്കിൽ പോലും ഒരു 50 വർഷം കഴിയുമ്പോൾ ഇതൊരു കൊച്ചുബാവയുടെ കഥയിൽ പറയുന്ന പോലെ ഒരു വൃദ്ധസദനമായി മാറുമോ എന്ന് പറയുന്ന ആശങ്കയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തിയ ഒരു വലിയ പാരമ്പര്യത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഈ വിദ്യാർത്ഥി സമൂഹം ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മളെ എന്താണ് ഒരു നാട് മുന്നോട്ട് പോകുന്നത് അടുത്ത തലമുറയിൽ കൂടിയാണല്ലോ. ഈ തലമുറ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പുതിയ തലമുറ കേരളം വിട്ടു പോകുന്നതിൽ ലേബർ ഇന്ത്യക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. തീർച്ചയായിട്ടും അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ലോകത്ത് എവിടെ ചെല്ലുമ്പോഴും ധാരാളം മലയാളികളെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. ഏത് രാജ്യത്തും അവരൊക്കെ കാണാൻ വരുമ്പോൾ എന്നോട് പറയാറുള്ള കാര്യവും ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ ലേബർ ഇന്ത്യ വായിച്ച് പഠിച്ചവരാണ്, ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ലേബർ ഇന്ത്യയാണ് എന്നെല്ലാം പറയും. അത് കഴിഞ്ഞ് ചില നിർദ്ദേശങ്ങളോടെ വെക്കും. നമ്മൾ ഈ ലേബർ ഇന്ത്യയുടെ മാസികയുടെ അകത്തെ കോളങ്ങളുണ്ടല്ലോ, അത് കുറച്ചുകൂടി ഒന്ന് വീതി കുറയ്ക്കുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് കുറച്ചുകൂടെ പ്രയോജനപ്പെടും എന്ന്. ഞങ്ങൾക്കൊക്കെ അത് പ്രയോജനപ്പെട്ടു, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയും. ചേട്ടനോട് പറഞ്ഞാൽ ഓക്കെ. പിന്നെ മൂന്നാമത്തെ ചോദ്യം, ഈ ഒഴുക്ക് എങ്ങനെ തടയാമെന്നുള്ളത്. ഒഴുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു നദി ഒഴുകുന്നത് പോലെ തന്നെയാണ്, താഴ്ചയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇവിടെ അവരെ ആകർഷിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്ന ചെറുപ്പക്കാരെ എന്താണ് ഇവർ പോകുന്ന സ്ഥലം ആകർഷിക്കുന്നത്? ആ ആകർഷണം ഇവിടെ കൊടുക്കുകയല്ലാതെ മറ്റൊരു വഴിയും അതിന് ഇല്ല. കാനഡയിലേക്ക് പോകുന്നവന്, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നവന്, US-ലേക്ക് പോകുന്നവന്, ജർമ്മനിയിലേക്ക് പോകുന്നവനെ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ആ നാട് അവന് നൽകുന്നു? അവിടെ അവനെ ആസ്വദിപ്പിക്കുന്ന, അവനെ അവിടെ ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകി എന്നതാണ് വാസ്തവം. അവിടെ പല പല സൗകര്യങ്ങളുണ്ട് ജീവിതത്തിൻ്റെ. മനുഷ്യന് കിട്ടുന്ന ഒത്തിരി സൗകര്യങ്ങളുണ്ട്. അവർ സമൂഹവും സർക്കാരുകളും അവർക്ക് കൊടുക്കുന്ന ഒത്തിരി ബെനഫിറ്റ്സ് ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, ജീവിതം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, എൻ്റർടൈൻമെൻറ്റിനുള്ള സാധ്യതകളുണ്ട്. അവരിഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇഷ്ടമുള്ള വേഗത്തിൽ സഞ്ചരിക്കാനുള്ള ഗതാഗത സംവിധാനങ്ങളുണ്ട്. ആധുനികമായി എല്ലാം അവിടെ ലഭ്യമാണ്. അന്യനെ ഉപദ്രവിക്കാത്ത എന്ത് പ്രവൃത്തിയും ചെയ്യാൻ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം കിട്ടുന്നിടത്തേക്ക് പുതിയ തലമുറ പോകുമെന്ന് 10-30 വർഷം മുമ്പ് മുതൽ നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ കേരളവും തീർച്ചയായിട്ടും മറ്റേതെങ്കിലും നാടുകളിൽ നിന്ന്, പശ്ചിമ ബംഗാളിൽ നിന്ന്, ബീഹാറിൽ നിന്ന് മാത്രമല്ല, ആളുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായി മാറിയനെ. നമുക്ക് അതിന് കുറേ സമയം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടലിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ തർക്കങ്ങളുടെ, പോരാട്ടങ്ങളുടെ ഒക്കെ ഫലമായി അടുത്ത ഒരു 10, 15, 20 വർഷം കൂടിയെങ്കിലും നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന, നമ്മൾ മിടുക്കരായി വളർത്തുന്ന, നമ്മുടെ വാർദ്ധക്യകാലത്ത് നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച അവരൊക്കെ നമ്മളെ വിട്ടു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ യുവതലമുറയെ ആകർഷിക്കുന്ന ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? സത്യം പറഞ്ഞാൽ വിദേശ നാടുകളിൽ ഇവർ കുടിയേറി പോകുന്നു. അങ്ങനെ ഒരു യാത്രികൻ എന്നുള്ള നിലയിൽ നോക്കിയപ്പോൾ ഇവരെ അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കുറച്ച് ഏരിയകൾ ഉണ്ടാവുമല്ലോ. അത്തരം ഏരിയകൾ എന്താണ് ഇവിടെ ലാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന
ആ പടവലങ്ങ വലിപ്പത്തിൽ കിടക്കുന്ന ആ സ്ഥലത്ത് ഇല്ലാത്ത എന്ത് കാര്യങ്ങളാണ് ഇവരവിടെ തേടി പോകുന്നത്? അല്ല, അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും മധ്യവയസ്സ് കഴിഞ്ഞവർക്കും ഒക്കെ വ്യക്തമാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് ധാരാളം സഞ്ചാരികളുണ്ട്. സഞ്ചാരം ഉൾപ്പെടെയുള്ള പരിപാടികളിലൂടെ നിങ്ങൾ കാണുന്നതാണ് എന്താണ് ഈ കാനഡയും കേരളവും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഈ ജർമ്മനിയും കേരളവും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഈ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കേരളവും തമ്മിലുള്ള വ്യത്യാസം. ആ നല്ല കൃത്യമായ ബോധ്യം ചെറുപ്പക്കാർക്ക് ഇന്ന് യൂട്യൂബ് തുറന്നിട്ട് ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഫെസിലിറ്റികൾ, ഇൻഫ്രാസ്ട്രക്ചർ, സ്വാതന്ത്ര്യം, സാമൂഹ്യ ബോധം, ഇങ്ങനെ പൗരബോധം, അവിടുന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അവിടെ ജീവിക്കുന്ന മലയാളികൾ തന്നെ വീഡിയോകൾ ചെയ്ത് തരുന്നുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ. എന്നാൽ അവർക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അവർ ജീവിക്കുന്നത് അവരുടെ ജന്മനാട്ടിലല്ല, അവരുടെ പാരമ്പര്യത്തിലല്ല എന്നുള്ള തോന്നൽ, അവരുടെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം അല്ല എന്ന ചിന്ത. മനസ്സിലായില്ലേ? അത് തീർച്ചയായിട്ടും അവരുടെ ഒരു സെക്കൻഡറി പ്രയോറിറ്റി ആയിട്ട് മാറുന്നത് കൊണ്ടാണ് അവർ ഫസ്റ്റ് പ്രയോറിറ്റിയെ തന്നെ സ്വീകരിക്കുകയും അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത്. ഇത്തരൊരു കാര്യത്തിനകത്ത് സന്തോഷം എന്ന് പറയുന്ന, ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടല്ലോ. ഇപ്പം ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന ഒരു വാക്ക് ഇപ്പോൾ പോലും ഇത് ചെറുപ്പക്കാർ ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഇത് ഒരു 40 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഇരിക്കുന്നത് കൊണ്ട് നമ്മളിത് ആവർത്തിച്ച് അടിവരയിട്ട് പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ താങ്കളെപ്പോലുള്ള ഒരാൾ അത് പറയുമ്പോൾ അതിൻ്റെ എഫക്റ്റും ഉണ്ടാകുന്നു. നമ്മൾ ഇത്രയും ഒരു ഓഡിയൻസ് ഇരിക്കുന്ന ഒരു വേദിയിൽ ചില കാര്യങ്ങൾ അടിവരയിട്ട് പറയുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോകുന്നു നമ്മൾ ആവർത്തിച്ച് കഴിഞ്ഞാൽ പോലും. അതാണത് ഇൻ വെയിൻ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത്തരം ഈ സന്തോഷം എന്ന് പറയുന്ന ഒരു സംഗതിയെ പലപ്പോഴും നമ്മുടെ ഒരു സമൂഹം തടയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. സന്തോഷം, ഒരാൾ സന്തോഷിച്ചിരിക്കുന്നു, ഒരാൾ ഡാൻസ് കളിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ മദ്യപിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അതെന്തോ ഒരു മോശം കാര്യമാണ്. അല്ലെങ്കിൽ ഒരാൾ പ്രണയിച്ചാൽ, അയാൾ സ്നേഹിച്ചാൽ, അയാളുടെ എക്സ്പ്രഷൻസ് അയാൾക്ക് മറ്റൊരാൾക്ക് തടസ്സമുണ്ടാകാത്ത വിധത്തിൽ അയാളുടെ ആനന്ദങ്ങളെ തേടുന്ന വഴികളെല്ലാം ഒരു ടാബു, ഒരു ടോട്ടംസ് ആൻഡ് ടാബൂസ് എന്ന് പറയുന്നത് പോലെ ഒരു അലിഖിത വിലക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മുതിർന്ന തലമുറയും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇത്തരം ആനന്ദങ്ങളുടെ ഒരു സംഗതി കൂടിയാണ് ജീവിതത്തിനെ ജീവിതവ്യമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അതൊരു പേഴ്സണൽ തോന്നലായിരിക്കാം. അപ്പോൾ അത്തരം ആറ്റിറ്റ്യൂഡ് മാറാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്? നമുക്കറിയാമല്ലോ ടെക്നോളജി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ച നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹം ധനമന്ത്രിയായ കാലം, അതിനു മുമ്പുള്ള ഇന്ത്യയും അതിന് ശേഷമുള്ള ഇന്ത്യയും നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്. ഇന്നാണെങ്കിൽ ആ മുദ്രാവാക്യം ഇവിടെ മുഴങ്ങില്ല. എന്തായിരുന്നു അന്നത്തെ മുദ്രാവാക്യങ്ങൾ? ഗ്ലോബലൈസേഷൻ മുതൽ അല്ലേ, ആ കാലഘട്ടം മനസ്സിലേക്ക് വന്നാൽ നമ്മൾ എന്തെല്ലാം കാര്യത്തിൽ സമരം ചെയ്തോ ആ സമരം ചെയ്ത കാര്യങ്ങളുടെ എല്ലാം ആസ്വാദകരായി, ഉപയോക്താക്കളായി നമ്മൾ മാറി. ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും മികച്ച സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ചാണ് ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നായ സോഷ്യൽ മീഡിയയിലെ അമേരിക്കൻ മാർക്ക് സക്കർബർഗിൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരു നിമിഷം ഓഫായി കഴിഞ്ഞാൽ നമ്മൾ ആശങ്കകളാകുന്ന ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. യൂട്യൂബ്, ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെല്ലാം ഇന്ന് ഗ്ലോബൽ കമ്പനികളാണ്, സ്ഥാപനങ്ങളാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് ഇതെല്ലാം അങ്ങ് ഓഫായി ഒരു ദിവസം, എന്തായിരിക്കും ഇവിടെ ഉണ്ടാകാവുന്ന ഒരു സാധ്യത? അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ മുതൽ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മുതൽ എല്ലാം നമുക്ക് ഇന്ന് എല്ലാം ഏറ്റവും മികച്ചത്, ലോക നിലവാരമുള്ളത്, പറ്റുമെങ്കിൽ വിദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ചത് നമുക്ക് വേണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇനിയും അത്തരത്തിലുള്ള സേവനങ്ങളും സൗകര്യങ്ങളും ജീവിത സൗകര്യങ്ങളും സന്തോഷങ്ങളും ഇവിടെ ഇത്രയും പോരാ, ഇനിയും കുറേയും കൂടെ കിട്ടാനുണ്ട്. ആ സൗകര്യങ്ങൾ ഈ നാടുകളിലുണ്ട് എന്ന പ്രതീക്ഷയിലും അറിവിലുമാണ് നമ്മുടെ പുതിയ തലമുറ അങ്ങോട്ട് ഒഴുകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അതിനെയൊക്കെ പിടിച്ചു നിർത്താൻ ഒത്തിരി വെല്ലുവിളികളുണ്ട്. നമ്മുടെ നാട് നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, കേരളം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇതിനെല്ലാം സൊല്യൂഷൻ ഉണ്ടാക്കി ഈ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട്, പ്രത്യേകിച്ച്
ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ പോസിറ്റീവായിട്ട് ലോകത്തെ കാണേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ഒരിക്കൽ പറഞ്ഞു പോയ മുദ്രാവാക്യം ഇതായതുകൊണ്ട് ഇനി ഒരിക്കലും മാറില്ലെന്നുള്ള ചിന്ത മാറ്റി നമ്മൾ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സിനെ ഒരുക്കി നിർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇനിയും നമ്മൾ 40 വയസ്സുകാരൻ നമ്മളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഈ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട് ഏകരായി ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇത്തരം പല നാടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അർമേനിയ എന്ന് പറഞ്ഞ രാജ്യത്തോടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അവിടെ കണ്ട ഒരു 50% വീടുകളും ഒഴിഞ്ഞു കിടക്കുക എന്ന് മാത്രമല്ല കാട് പിടിച്ചു പോയി തകർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോയ ഡ്രൈവറും ഗൈഡുമായ ഒരാളുണ്ടായിരുന്നു. അയാൾ ഞാൻ ചോദിച്ചു, ഈ മനുഷ്യർക്ക് ഈ വീട് വേണ്ട, അവരൊക്കെ യൂറോപ്പിലേക്ക് കുടിയേറി മറ്റു നാടുകളിലേക്ക് പോയി, കാരണവന്മാരവിടെ ഉണ്ടായിരുന്നു, അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വീട് ആർക്കും ഇല്ലാതായി, അനാഥമായി. ആ വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് 100 കണക്കിന് വീടുകൾ. അപ്പോൾ അതിനകത്ത് മനുഷ്യർ വസിക്കുന്നത് ഒരു 10 വീട്ടിൽ കഴിഞ്ഞ ഒരു വീട്ടിൽ മാത്രമേ മനുഷ്യൻ താമസിക്കുന്നുള്ളൂ, ബാക്കി പള്ള കയറി ഇങ്ങനെ കിടക്കുക. ഇതാർക്കെങ്കിലും വിറ്റുകൂടെ ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് ആർക്കാണ് വേണ്ടത്? മറ്റേ ആളും മരിക്കാൻ കിടക്കുക, അയാൾക്ക് ഇത് വാങ്ങിച്ചിട്ട് എന്ത് കാര്യം? ആരും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. ഈ പോയവരൊന്നും അവർ ഈ നാടിനെ ഉപേക്ഷിച്ച് പോയതാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രശ്നം. ഇതൊരു അർമേനിയയിൽ ഞാൻ പോയ ഒരു 15 കൊല്ലം മുമ്പ് ഇതേ കാര്യം സഞ്ചാരത്തിൻ്റെ അർമേനിയൻ എപ്പിസോഡ് നോക്കിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് നാളെ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മൾ നമ്മുടെ അടുത്ത തലമുറ ഈ നാട്ടിൽ പിടിച്ചു നിർത്താനുള്ള സൗകര്യങ്ങളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളും എല്ലാം കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ വേണം, അതുപോലെ തന്നെ അവർക്ക് ജീവിതം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ വേണം, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ലഭ്യമാക്കണം, ഇതെല്ലാം ആവശ്യമാണ്. തൊഴിലിൽ കിട്ടുന്ന ശമ്പളത്തിൽ വർധനവുണ്ടാവണം, അതനുസരിച്ച് അവർക്ക് ആ ശമ്പളം ലോക നിലവാരത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ഫെസിലിറ്റി വേണം, ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് കുറേശ്ശെ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അർമേനിയ പോലെ തന്നെ നമ്മൾ തിരുവല്ല, പത്തനംതിട്ട ആ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇതേപോലെ കാട് പിടിച്ച ഇഷ്ടം പോലെ വലിയ ബംഗ്ലാവുകൾ, വൃദ്ധർ മാത്രം താമസിക്കുന്ന വീടുകൾ, ഹോം നേഴ്സുകളുടെ ഒരു വലിയ അതൊരു തൊഴിൽ സാധ്യതയായിട്ട് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് ഇപ്പോൾ നമ്മളൊരു ഹയർ സെക്കൻഡറി ടീച്ചർക്ക് ഇവിടെ കിട്ടുന്ന ശമ്പളം ഒരു പ്രൈവറ്റ് മേഖലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപയൊക്കെ കിട്ടുന്നുണ്ട്. എയ്ഡഡ് അല്ലെങ്കിൽ സർക്കാർ മേഖലയിൽ കുറച്ചുകൂടെ മികച്ച സംഭവം. ഞാനൊരു അധ്യാപകൻ കൂടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പഠിപ്പിച്ചിരുന്ന ഈ ലേബറിൻ്റെയൊക്കെ പ്രചരിച്ചിരുന്ന ആ സ്കൂളിലെ ഒരു അധ്യാപിക കിട്ടുന്ന ശമ്പളം 15,000 രൂപയും ഒരു ഹോം നേഴ്സിന് 24,000 രൂപ 25,000 രൂപ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിൻ്റെ സാധ്യത കൂടി, കാരണം എല്ലാവരും വെളിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ വെളിയിലേക്ക് പോകുമ്പോൾ ഈ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ പോയ നാടുകളിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ, രാജ്യങ്ങൾ എന്ന് തോന്നിയിട്ടുള്ളത് ഏറ്റവും നമ്മുടെ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്ടം അതിനകത്ത് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ രാജ്യങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളായത്, ജീവിക്കാൻ കൊള്ളാവുന്ന സ്ഥലങ്ങൾ, ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിക്കണം എന്നൊക്കെ തോന്നിയ ചില സ്ഥലങ്ങൾ ഉണ്ടാകുമല്ലോ, അവിടുത്തെ ഒരു പ്രത്യേകതകൾ എന്താണ് നമുക്ക് അനുവർത്തിക്കാവുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മളെ ഈ സമൂഹത്തിനെ മാറ്റിക്കൊണ്ടിരിക്കും എന്നുള്ളതോടുകൂടിയാണ് ഞാൻ ആ ചോദിക്കുന്നത്. നമ്മൾക്ക് ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ പല കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഒന്ന്, ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ഒരു അപ്പിയറൻസ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു നാട്ടിലെ പ്രധാന തെരുവിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആ തെരുവ് നൽകുന്ന ഒരു സൗന്ദര്യമുണ്ട്, അത് നമ്മുടെ മനസ്സിന് തരുന്ന ഒരു ആഹ്ലാദമുണ്ട്. നിങ്ങൾ മനോഹരമാക്കിയിട്ട് ഒരു ഉദ്യാനത്തിലൂടെ നടക്കുന്നതും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്നതും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരികമായ ഒരു ഔന്നത്യം ആളുകൾ പ്രകടിപ്പിക്കുന്നതാണ് നമുക്ക് ചുറ്റും വസിക്കുന്നവരെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. ആളുകൾ പൗരബോധമുള്ളവരാണെങ്കിൽ, അതായത് എവിടെ മാലിന്യം നിക്ഷേപിക്കണം, മാലിന്യം എങ്ങനെ നിക്ഷേപിക്കണം, സഹജീവികളോട് എങ്ങനെ പെരുമാറണം, അയൽക്കാരന് ശല്യമില്ലാതെ നമ്മുടെ വീട്ടിൽ എങ്ങനെ മ്യൂസിക് വെക്കണം, അയൽക്കാരന് ശല്യമില്ലാതെ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഭക്ഷണം പാചകം ചെയ്യണം, തൊട്ടടുത്ത വീട്ടുകാർ, ഇപ്പം വികസിത നാടുകളിലൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട്. നിങ്ങൾ അമേരിക്ക ലിബർട്ടിയുടെ നാടെന്ന് അറിയപ്പെടുന്നത്. ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും തുല്യ തോതിൽ ലിബർട്ടി ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ വീട്ടിൽ മീൻ വറക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, പക്ഷേ അപ്പുറത്തെ വീട്ടുകാരൻ്റെ ജനലിലൂടെ അതിൻ്റെ സ്മെല്ലകത്തേക്ക് ചെന്നാൽ അവൻ പോലീസ് വിളിക്കും. ഇതേ അവിടെ ഭയങ്കര വൃത്തികെട്ട മണം വരുന്നുണ്ട്, ഉണക്കമീനിൻ്റെ മണം വരുന്നുണ്ട്, ഉടനെ പോലീസ് നിങ്ങളുടെ വീട്ടിലേക്ക് വരും അല്ലെങ്കിൽ വിളിക്കും. ആ സ്മെല്ല് പുറത്തേക്ക് പോകാൻ പാടില്ല, അത് നിങ്ങൾ അതിനുള്ള എക്യുപ്മെൻ്റ് ഫെസിലിറ്റി ഉണ്ടാക്കിയിരിക്കണം. നിങ്ങൾക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ അവകാശമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കാൻ അവസരമുണ്ട്,
പക്ഷെ ആ പടക്കത്തിന്റെ ശബ്ദം അപ്പുറത്തെ വീട്ടിൽ കേൾക്കാതിരിക്കാൻ അവന് അവകാശമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? പടക്കം പൊട്ടിക്കേണ്ടെന്ന് വെക്കും. അല്ലെങ്കിൽ സൈലൻസർ പഠിപ്പിച്ച് പടക്കം പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ എല്ലാ മനുഷ്യർക്കും തുല്യമായ ലിബർട്ടി ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഒരാഘോഷം എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് കേൾക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ അത് അനുഭവിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആഘോഷത്തിന് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. ജനവാസ ഇടങ്ങളിൽ നിന്ന് മാറി അവിടെ ഉണ്ടാകുന്ന ആഘോഷം, അപ്പൊ അവിടേക്ക് ഈ ആഘോഷിക്കേണ്ടവർ മാത്രമേ പോകൂ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊരു ജാഥ നടത്തിയാൽ നാട്ടിലുള്ള സർവ്വവരെയും തടഞ്ഞ് വഴിയുടെ നടുക്ക് വരെ പന്തൽ കെട്ടിയിട്ട് സ്റ്റേജ് കെട്ടിയിട്ട് നീ വേണമെങ്കിൽ വീട്ടിൽ പോയാൽ മതി എന്ന് പറയുന്ന സംസ്കാരം അവിടെ ഇല്ല. അവിടെ പൊതുസ്ഥലങ്ങളിൽ മനുഷ്യർക്ക് ശല്യമുണ്ടാക്കുന്ന, അവന്റെ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന, അവന്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നും അവിടെ സമ്മതിക്കില്ല. അതാരായിരുന്നാലും. അപ്പോൾ ഏത് കാര്യത്തിലും അച്ചടക്കം ഉണ്ടാകുക, ഡിസിപ്ലിൻ ഉണ്ടാകുക, പൗരബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യം അവിടെ ഉണ്ടാകുന്ന കാര്യം. രണ്ടാമത് എന്തിനും ഒരു എസ്തെറ്റിക് സെൻസ് ഉണ്ടാകുക, സൗന്ദര്യബോധം ഉണ്ടാകുക. നിങ്ങൾ ബെർലിനിലെ, ജർമ്മനിയിലെ, മ്യൂണിക്കിലെ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ നിങ്ങളൊരു ആ ഒരു ഫീലിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആളുകൾ വെക്കേഷൻ അങ്ങോട്ട് പോകുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതി, ഒപ്പം അവിടെ കിട്ടുന്ന ശമ്പളം, ആ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന പൈസയുണ്ട്, ടാക്സ് പിടിക്കുന്നുണ്ട്. ഈ പിടിക്കുന്ന ടാക്സ് നിനക്ക് തൊഴിൽ ചെയ്യാതാവുമ്പോൾ, തൊഴിൽ പറ്റാതാവുമ്പോൾ, അല്ലെങ്കിൽ തൊഴിലില്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ നിനക്ക് അനാരോഗ്യം വരുമ്പോൾ, അല്ലെങ്കിൽ നിനക്ക് വാർദ്ധക്യം വരുമ്പോൾ സ്റ്റേറ്റ് നിന്നെ സംരക്ഷിക്കുന്നുള്ള ഒരു അഷുറൻസാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കിട്ടുന്ന പൈസ കൊണ്ട് അവൻ ലോകയാത്രയ്ക്ക് ഇറങ്ങുന്നത്. കാരണം അവന്റെ കയ്യിൽ ബാങ്ക് കാശില്ലെങ്കിലും അവൻ ജീവിക്കാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ എന്റെ രാഷ്ട്രം സംരക്ഷിച്ചുകൊള്ളൂ എന്നുള്ള ബോധ്യം അവനുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. പിന്നെ ഒരു പൗരന് അവൻ ഡ്രൈവ് ചെയ്യുന്നത് അവന് ഇഷ്ടമുള്ള കാർ വാങ്ങാം, ഓടിക്കാം. പക്ഷേ ഇവിടെ നിന്ന് എങ്ങനെയും വണ്ടി ഓടിക്കുന്ന ഒരുവൻ അമേരിക്കയിലെ ഹൈവേയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിയമം തെറ്റിക്കുന്നില്ല. എന്തിനാ അമേരിക്ക? ഇവിടെ ധാരാളം ആളുകൾക്ക് പരിചയം ഉണ്ടാവാം. നിങ്ങൾ ഇവിടുന്ന് നേരെ ദുബായിൽ ചെന്നാൽ വണ്ടി നിയമം തെറ്റിച്ച് വണ്ടി ഓടിക്കുമോ? റോഡിൽ നിന്നൊരു കുപ്പി, വണ്ടിയിൽ നിന്ന് ഒരു കുപ്പി വഴിയിലേക്ക് ഇറങ്ങിയിടുമോ? അപ്പൊ ദുബായ് പോലും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടുന്ന് ചെന്നാൽ ഒരു ഫ്ലൈറ്റിൽ കയറി 3 മണിക്കൂർ പറഞ്ഞ് ചെല്ലുന്നതോടുകൂടി നമ്മുടെ സ്വഭാവം മാറുന്നു, നമ്മുടെ സംസ്കാരം മാറുന്നു. അതെങ്ങനെയാണ് മാറുന്നത്? അവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്, അതനുസരിച്ച് പറ്റൂ. അതനുസരിക്കുമ്പോൾ എല്ലാവർക്കും അത് ആസ്വാദ്യമായി മാറുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പൗരബോധം മനുഷ്യരിലുണ്ടാക്കുക, വിദ്യാഭ്യാസത്തിലൂടെയുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ. പൗരബോധം കൊടുക്കാതെ നിങ്ങൾ ഏറ്റവും മികച്ചൊരു നഗരം ഉണ്ടാക്കി വെച്ചിട്ടൊരു കാര്യമില്ല. പിറ്റേ ദിവസം നാട്ടുകാരെ നശിപ്പിക്കും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ പ്രശ്നം ഉണ്ടാക്കും. PWD നന്ന വൃത്തിയായിട്ട് ടാർ ചെയ്ത് വരയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റി എന്ത് ചെയ്യും നമുക്കറിയാമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള അശാസ്ത്രീയത, എന്തെല്ലാം പുതിയ ആശയങ്ങൾ വന്നാലും അതിനെയെല്ലാം എതിർക്കുകയും തകർക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇന്നലെ രാത്രി ഞാൻ വന്ന് വയനാട്ടിലേക്ക് കുറെ നാളുകളായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദുരന്തം ഉണ്ടായതിനു ശേഷം ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളിലൊന്നായി ടൂറിസം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പൊ ഇവിടെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ, ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന, ഇവിടേക്ക് വയനാട് മുഴുവൻ ഒലിച്ചു പോയിട്ടില്ലെന്നും ഇവിടുത്തെ ഒരു പഞ്ചായത്തിലെ 2-3 വാർഡുകളിലുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ വയനാട്ടിലെ ടൂറിസം മുഴുവൻ പ്രശ്നമായിരിക്കുകയാണ്. വയനാട്ടിലെ എല്ലാ റോഡും പോയി ഇവിടെ ജീവിക്കുന്നത് സേഫ് അല്ല എന്ന് വരെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. നമ്മൾ തന്നെയാണ് പ്രചരിപ്പിച്ചത്. ഇപ്പൊ അതിന്റെ പേരിൽ ഒരിടത്തൊന്നും ആളുകൾ വരാതായിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി വരുമ്പോൾ ഞാൻ ഒരു അവിടുത്തെ റിസോർട്ട് കൊടുത്ത ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം 15 വർഷത്തെ അധ്വാനമാണ് അതൊന്ന് സെറ്റപ്പ് ചെയ്യാൻ. എല്ലാ വകുപ്പുകളും തടസ്സങ്ങൾ മാത്രം. ഇപ്പോഴും അതിന്റെ തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ അങ്ങേറെ ചങ്കൂറ്റം കൊണ്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടി, ധാരാളം ആളുകൾ അന്യനാടുകളിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് ഒക്കെ വരുന്നു, താമസിക്കുന്നു. ഈ ഒരു മനുഷ്യൻ വന്ന് ഒരു റിസോർട്ടിൽ താമസിക്കുമ്പോൾ ആ താമസിക്കുന്ന പണത്തിന്റെ 30 മുതൽ 40% വരെ നമുക്ക് സമൂഹത്തിന് കിട്ടുന്ന പൈസയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളതിനെ കാണുന്നത് അവനങ്ങനെ കാശുണ്ടാക്കണ്ട എന്ന് തന്നെയാണ്. അതല്ല, പഞ്ചായത്തിലേക്ക് ബിൽഡിംഗ് ടാക്സ് മുതൽ തൊഴിൽ ടാക്സ് വരെ, അതുപോലെ തന്നെ GST, മറ്റു ടാക്സുകൾ, ഏതാണ്ട് ഒരു 30-40% ടാക്സുകളായിട്ട് സർക്കാരിലേക്ക് കൊടുക്കുകയാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക്, പഞ്ചായത്തിലേക്കൊക്കെ. ഈ പണമാണ് റോഡായിട്ടും ഫെസിലിറ്റി ആയിട്ടും നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ടാക്സ് കൊടുക്കുന്ന വലിയ സംരംഭകർ നമുക്കില്ല എന്നുള്ളതാണ്. ഇത്തരം കേരളത്തിന്റെ ടാക്സ് കൊടുക്കാൻ പറ്റുന്ന പ്രധാന സംരംഭങ്ങൾ ഏതൊക്കെയാണ്? IT, ടൂറിസം, ഹോസ്പിറ്റാലിറ്റിയുടെ മറ്റു മേഖലകൾ, എഡ്യൂക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറെ മേഖലകളാണ് നമുക്കുള്ളത്. ഇതിനെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തി കേരളം ഇന്ന് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിൽ എത്തിയ സ്ഥലത്തെങ്കിലും നമ്മളൊരു 30 കൊല്ലം മുമ്പോ 40 കൊല്ലം മുമ്പോ തുടങ്ങിയിരുന്നെങ്കിൽ ഇതെത്താമായിരുന്നു. നമ്മളൊരു 40 കൊല്ലം പുറകിലാണ്. അപ്പോൾ മറ്റു രാജ്യങ്ങളുമായിട്ട് 40 കൊല്ലം പുറകിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ആളുകൾ 40 കൊല്ലം മുമ്പ് നിൽക്കുന്നിടത്തേക്ക് ഒഴുകും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് നമുക്ക് മനസ്സിലായില്ല 70കളിലും 80കളിലും ഒന്നും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇങ്ങനെയുള്ള ഏറ്റവും പൗരബോധം നിറഞ്ഞിട്ടുള്ള ജീവിക്കാൻ കൊള്ളാവുന്ന സ്ഥലങ്ങൾ എന്ന് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നത്, അത്തരം രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു 4-5 രാജ്യങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ? അല്ല, അതൊക്കെ നമുക്ക് ധാരാളം നമുക്കുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പലർക്ക് ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങൾ അങ്ങോട്ടൊക്കെയാണല്ലോ നമ്മൾ ഒഴുകുന്നത് കൂടുതലും. കാരണം ഇപ്പോൾ ഗൾഫിലേക്ക് പോകുമ്പോൾ അറിയാം, ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി പോകുന്നവരാണ് കൂടുതലും. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷമുള്ള തൊഴിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിമിതിയുണ്ട്. പക്ഷേ യൂറോപ്പ് അങ്ങനെയല്ല. അങ്ങോട്ട് ചെല്ലുന്നവരെ സ്വീകരിക്കുന്നു, അവരവിടുത്തെ പൗരരായി മാറുന്നു, അവർ ക്രമേണ ആ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നു, അവിടെ വീട് വെക്കുന്നു, കുട്ടികൾ അവിടെ പഠിക്കുന്നു. ആ കുട്ടികളൊന്നും പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പല രാജ്യങ്ങളും, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലുള്ള നാടുകൾ, മറ്റു പല രാജ്യങ്ങളിലും എത്രയോ സ്ഥലങ്ങളിലേക്ക് മലയാളി കുടിയേറുന്നതും നമ്മൾ യാത്ര ചെയ്യുന്നതുമായ സ്ഥലങ്ങളൊക്കെ വളരെ വികസിതമായ നാടുകളാണ്. അവിടെയൊന്നും പ്രശ്നങ്ങളില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. താരതമ്യേന നമ്മളുമായിട്ട് താരപ്പെടുത്തുമ്പോൾ പ്രശ്നങ്ങൾ ഇല്ല, കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പറയുന്ന ഇത്രയും നാടുകളിലൊക്കെ കറങ്ങി നടക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ വിദേശ നാടുകളിൽ ജീവിക്കുന്ന മലയാളി മലയാളികൾ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന നാടുകളിലുള്ള മലയാളി ജീവിതം എങ്ങനെ പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്? ഇവിടുത്തെ ഒരു സോക്കോൾഡ് നമ്മളൊരു ജനറലൈസ് ചെയ്ത് തന്നെ ആനയെ ഊട്ടിയാൽ ചാകാത്തവരുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെയും അത്തരത്തിലുള്ള സിറ്റിസൻസിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും ഒരു മറ്റ് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഒരു മറുനാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ സൈക്കിളുണ്ടാകുന്ന മാറ്റങ്ങൾ, അവൻ്റെ പെരുമാറ്റക്രമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവൻ്റെ ഒരു കുടുംബത്തിനകത്ത് പോലും, ചെറിയൊരു യൂണിറ്റിനകത്ത് പോലും അവൻ പെരുമാറുന്ന ഇടങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അത്തരം കാരണം ഇത് സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഇരിക്കുന്ന ആൾക്കാരിലേക്ക് അത്തരം സന്ദേശങ്ങൾ എത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ മലയാളി മാറുന്നു? എന്തൊക്കെ തരങ്ങളിലാണ് മാറുന്നത്? മലയാളി, ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഏത് നാട്ടിൽ ചെന്നാലും മാറുന്നില്ല കാര്യമായിട്ട്. അവരവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സാഹചര്യവും അവിടുത്തെ നിയമവും കർശനമായതുകൊണ്ട് അതിന് മാറാൻ നിർബന്ധിതരാകുന്നു. ഒരു റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ചതുപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തിരിച്ചെന്ന് കോഴിക്കോട് എയർപോർട്ടിലോ കൊച്ചി എയർപോർട്ടിലോ വന്നിറങ്ങുന്നോ ആ സെക്കൻഡിൽ മുണ്ട് മടക്കി കുത്തി പഴയ മലയാളിയാവും. മലയാളിയാവുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ ന്യൂയോർക്കിലൂടെ കാറിൽ വന്ന് വിമാനത്തിൽ കയറുന്നിടം വരെ മസിൽ പിടിച്ച് വൃത്തിയായി അച്ചടക്കത്തോടെ വന്നയാൾ കൊച്ചി വന്ന് ഇറങ്ങി കാറിലേക്ക് കയറുമ്പോൾ ആ കുടിച്ച വെള്ളത്തിൻ്റെ കുപ്പി നേരെ വഴിയിലേക്ക് എറിയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കാരണം നിയമങ്ങളുടെ വ്യത്യാസമാണ്, സമൂഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ വ്യത്യാസമാണ്. ഇത് അവിടെ എറിഞ്ഞാൽ അവൻ വിവരം അറിയും, അവിടെ എറിയാവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് തന്നെ. നമ്മളെ സംബന്ധിച്ചോളം റോഡ് സൈഡ് എന്ന് പറയുന്ന സാധനം കൊണ്ടേ ഡംപ് ചെയ്യാനുള്ള സ്ഥലമാണല്ലോ. പണ്ടേ നമ്മുടെ ശീലം അതാണ്, പല വഴിയിൽ കൊണ്ടേ കള എന്നാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ ഈ സിസ്റ്റം മാറേണ്ടതുണ്ട്. അതാണ് ആദ്യം പറഞ്ഞത്. സിസ്റ്റം എങ്ങനെയാണ് മാറുക? വളർന്നു വരുന്ന ഒരു കൊച്ചുകുട്ടിയിൽ ഈ ബോധമുണ്ടാക്കലാണ്. സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണോ, എങ്ങനെ പെരുമാറണോ എന്നുള്ള വിദ്യാഭ്യാസം കൊടുക്കലാണ്. നിർഭാഗ്യവശാൽ ഇപ്പോഴും അത് നമ്മൾ തുടങ്ങിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പഠിച്ച ശാസ്ത്രമല്ല, നിങ്ങൾ പഠിച്ച കണക്കല്ല, നിങ്ങൾ പഠിച്ച ഭാഷയല്ല നിങ്ങളെ ജീവിത വിജയത്തിലെത്തിക്കുന്നത്. നിങ്ങളുടെ മനോഭാവമാണ്. നിങ്ങളെങ്ങനെ കാര്യങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യബോധം എന്ത് എന്നുള്ളതാണ്. അതാണെങ്കിൽ അതിലെവിടെയാണ് നമുക്ക് പരിശീലനം കിട്ടുന്നത്? ഒരു സമൂഹത്തിൽ, സിവിലൈസ്ഡ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ചില അവസരങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരിക്കൽ ഞാൻ അമേരിക്കയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ വെച്ച് ഞങ്ങൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് വൈകുന്നേരം അത്താഴം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ എനിക്ക് യാത്ര തുടരണം. സംസാരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാൾക്ക് 2 കുട്ടികളാണ്. മൂത്ത കുട്ടി ഹൈസ്കൂളിൽ, രണ്ടാമത്തെ കുട്ടി 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒറ്റ പഠിക്കുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒരു ദിവസം ഇവർ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ കാർ പോർച്ചല്ല ഗാരേജിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പുഴു, ഇങ്ങനെ വളഞ്ഞു നടക്കുന്ന ഒരു പുഴു ഉണ്ടല്ലോ, അതിങ്ങനെ വരുന്നു. ഉടനെ ഈ പിതാവ് അതിനെ, ഈ കുട്ടികളുള്ളതാണ്, ഈ ചൊറിയുന്നൊരു തരം പുഴുവാണ്. അപ്പോൾ ഇയാൾ ഈ ഷൂസ് കൊണ്ട് പോയി ഈ പുഴുവിനെ ഇങ്ങനെ അരച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഓടിച്ചെന്ന് ഈ പിതാവിൻ്റെ കാലിലേക്ക് കെട്ടിപ്പിടിച്ചു. നോ ഡാഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ മോനെ, അത് മേത്ത് കൊണ്ടാ ചൊറിയും, അതിനെ വെറുതെ വിട്ടാൽ ഇത് വീട്ടിനകത്തേക്ക് കയറിപ്പോവും. ഉടനെ ഇവൻ പറഞ്ഞു, അച്ഛാ, ദിസ് ഈസ് നോട്ട് പുഴു, ദിസ് ഈസ് നേച്ചർ. ഇവൻ പോയിട്ട് ഒരു ഇല എടുത്തുകൊണ്ട് വന്നു.
ആ ഇലയിലേക്ക് പുഴുവിനെ കയറ്റി. എന്നിട്ട് ഇവനെ കൊണ്ടുപോയി ആ പുറത്തെ പുല്ലിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു. എന്നിട്ട് ഈ പിതാവ് പറഞ്ഞു, ഇതാണ് 2ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ആ നാട്ടിൽ ആദ്യം കൊടുക്കുന്ന വിദ്യാഭ്യാസം. പുഴുവല്ല, ഇത് നേച്ചറാണെന്നും അതിനെ ചവിട്ടി അരക്കേണ്ടതല്ല, അതിനെ അവൻ്റെ ആവാസവസ്ഥയെ കൊണ്ടുപോയി വിട്ടതാണെന്ന് ആ രാജ്യത്ത് 3ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ കയറി. നമ്മൾ 3ാം ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്? അതൊന്നും അല്ല അവിടെ പഠിക്കേണ്ടത്. ഇവന്റെ പൗരബോധം ഇവനെ വളർത്തുന്നതോടൊപ്പം ഇവന്റെ അവകാശങ്ങൾ നഴ്സറി ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിപ്പിക്കുന്നു. കുട്ടി, ഒരു നഴ്സറി കുട്ടി അവന്റെ അവകാശങ്ങളെ കുറിച്ച് ബോധവാനാണ്. അച്ഛൻ കണ്ണുരുട്ടിയാൽ, ടീച്ചർ തുറിച്ചു നോക്കിയാൽ അത് ഒരു കുട്ടിയോട് ചെയ്യാൻ പാടില്ലാതെന്നാണ് അവൻ അറിയുന്നു. ഏത് നമ്പർ വിളിച്ചാൽ അതിനുള്ള പ്രതിവിധി ഉണ്ടെന്ന് അവനെ പഠിപ്പിച്ചിട്ടാണ് ആദ്യത്തെ ക്ലാസ്സുകൾ തന്നെ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാം തികഞ്ഞതാണെന്ന് നമ്മൾ ഇപ്പോഴും ചിന്തിക്കരുത്. നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കുന്നത് നല്ല രീതിയിലായിരിക്കാം, നമ്മുടെ കണക്ക് പഠിപ്പിക്കുന്നത് നല്ല രീതിയിലായിരിക്കാം. പക്ഷെ ഒരു മനുഷ്യനെ രൂപപ്പെടുത്താൻ, വിജയിയായ ഒരു പൗരനെ സൃഷ്ടിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസം അപര്യാപ്തമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സിവിക്സ് എന്ന് പറയുന്നത് ഒരു കാലത്തൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടായിരുന്നവരെ എൻ്റെ ചെറിയ ചില അംശങ്ങളൊക്കെ സിവിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഈ പാഠ്യപദ്ധതിയുടെ സിലബസിൻ്റെ ഒക്കെ പരിഷ്കരണമായിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേന് പോലും എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പൗരബോധം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടാം എന്നൊക്കെയുള്ള യാതൊരു തരത്തിലുള്ള, നമ്മൾ ബയോളജി ഇഷ്ടം പോലെ പഠിക്കുന്നുണ്ട്, പക്ഷേ പരിസ്ഥിതിയുമായിട്ട് എങ്ങനെ ഇണങ്ങി ജീവിക്കാനായിട്ട് പറ്റും, അതിന് ഹാനികരമല്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നൊക്കെയുള്ള പാഠങ്ങൾ വരാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സിലബസ് പരിഷ്കരണം മുതൽ ഗവൺമെൻറ്റുകളുടെ സംഭവം പോലെ ഇതിനകത്ത് മതം, കുടുംബം, ഇങ്ങനെയൊക്കെയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകളുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ പറയും മൈക്ക്, നമ്മൾ ഏതെങ്കിലും ഒരു അമ്പലത്തിലെയോ പള്ളിയിലെയോ അല്ലെങ്കിൽ മറ്റേ ഒരു മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയങ്ങളിൽ പുറത്തേക്ക് പ്രവഹിക്കുന്ന ഈ ശബ്ദ പ്രവാഹത്തെ, ശബ്ദാസുരൻ്റെ നഗരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല കവിതകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഈ ശബ്ദാസുരൻ്റെ നഗരമായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും ചെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സിവിലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ പെടുന്ന മലയാളികൾ തന്നെ അതെന്നാടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആക്രാമികമായിട്ടുള്ള, അതൊരു പാർട്ടി പരിപാടി ആയിക്കൊള്ളട്ടെ, മതത്തിൻ്റെ പരിപാടി ആയിക്കൊള്ളട്ടെ, ഒരു കുടുംബത്തിൻ്റെ പരിപാടി ആയിക്കൊള്ളട്ടെ, ഇത്തരം ഒരു അധികാര സ്ഥാപനത്തിൻ്റെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു മുഖം കൂടി നമ്മൾ നേരിടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇരുന്നിട്ട് വളരെ പുരോഗമനം പറയുകയും ജനാധിപത്യം പറയുകയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആ സെഗ്മെൻറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അധികാരിയായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു സംഗതികളുണ്ട്. ഇത്തരത്തിലുള്ള കുറേ എലമെൻറ്റുകളില്ലേ നമ്മൾ പരിഷ്കരിക്കേണ്ടുന്ന, നമ്മൾ നിരോധിക്കേണ്ടുന്ന, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു പ്രബോധനം എന്നുള്ളതിൽ തന്നെ സംസാരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇല്ല, നമ്മൾ ഈ പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അനുഭവം ഉള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ശല്യമാകുന്ന ഒന്ന് കേൾക്കാതിരിക്കാൻ, അനുഭവിക്കാതിരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നല്ലൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അന്തസത്ത. എനിക്ക് ശല്യമാകുന്ന, എനിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത, എനിക്ക് പുസ്തകം വായിക്കാൻ എന്നെ സമ്മതിക്കാത്ത, എനിക്ക് ഏകാന്തമായി ചിന്തിക്കാൻ എന്നെ അനുവദിക്കാത്ത ഒരു ശല്യവും ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് അനുഭവിക്കേണ്ട നിർബന്ധമില്ല. അത് തന്നെയായിരിക്കണം സിവിലൈസ്ഡ് ആയിട്ടൊരു സമൂഹമായിട്ട് നമ്മൾ മാറുമ്പോൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുകയുടെയും ഇറച്ചി മീൻ മറക്കുന്നതിൻ്റെയും കാര്യം പറഞ്ഞെങ്കിൽ ബാക്കിയുള്ളതിനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, സ്വാഭാവികമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോഴും അവരുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കേണ്ട ഒരു സമയം കൂടിയായി. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു സാങ്കല്പിക ചോദ്യം ചോദിക്കാം. ഇങ്ങോട്ടേക്ക് ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ടൂറിസം നമ്മുടെ ഒരു വലിയ സാധ്യതയുള്ള മേഖല കൂടിയാണ്. ഇപ്പോൾ വയനാട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അത്തരത്തിലുള്ള പ്രസക്തിയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നുള്ളത് എനിക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിൻ്റെ ടൂറിസം മന്ത്രിയായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രാഥമികമായിട്ട് ഇതിനെ പരിഷ്കരിക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കേരളത്തിൻ്റെ ഈ ടൂറിസം ഭൂപടത്തിനെ മാറ്റിമറിക്കാനും പൊതുവെ ഉള്ള ഈ സാമൂഹ്യ രീതികളിലെ പ്രശ്നങ്ങൾ മാറ്റാനും നിയമപരമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്ന് സങ്കല്പിച്ചാൽ പെട്ടെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്ത് ദുരവസ്ഥ ഉണ്ടായാലും ഒരു മന്ത്രിയാകരുത് എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥന. മറ്റെന്തിനേയും നേരിടാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഏതെങ്കിലും ഒരു മന്ത്രി എന്നോട് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയും, കേരളത്തിലെ ടൂറിസത്തിന്, കേരളത്തിൽ എവിടെയൊക്കെയാണ് ഭാവിയിൽ ടൂറിസം വികസിക്കാൻ സാധ്യതയുള്ളത്, ലോക ടൂറിസം ഭൂപടത്തിൽ അല്ലെ ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എന്തൊക്കെ റിസോഴ്സസ് ആണ് കേരളത്തിലുള്ളതെന്ന് എൻ്റെ ഒരു മാപ്പ് ആദ്യം ഉണ്ടാക്കുകയും ആ സ്ഥലങ്ങൾക്കെല്ലാം അടുത്തൊരു 50 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും
ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഉദാഹരണത്തിന് വയനാട്ടില് ബാണാസുര സാഗർ അണക്കെട്ടിന്റെ തടാകത്തിന്റെ പരിസരത്ത് റിസോർട്ടുകൾ വരികയാണെങ്കിൽ ആ റിസോർട്ടുകളിൽ വരുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണം, അവിടെ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് താമസിക്കാൻ എവിടെ സൗകര്യം ഉണ്ടാവണം, പൊതു ടോയ്ലറ്റുകൾ എവിടെ ഉണ്ടാവണം, ആളുകൾക്ക് എന്റർടൈൻമെന്റിനുള്ള ഫെസിലിറ്റികൾ എവിടെയൊക്കെ ഉണ്ടാവും, എവിടെയൊക്കെ ആയിരിക്കും റെസ്റ്റോറൻറ്റുകളും കഫേകളും ഉണ്ടാവുക, എവിടെയായിരിക്കും നൈറ്റ് സ്ട്രീറ്റ് ഉണ്ടാവുക, നൈറ്റ് ഫുഡ് മുതൽ ഭക്ഷണം കഴിക്കാൻ വരെ രാത്രിയിൽ മനുഷ്യർ ആസ്വദിക്കാനും ആഘോഷിക്കാനും പറ്റുന്ന സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടാവാം, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാതെ. അങ്ങനെ ലോക നിലവാരമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച 20 ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അവരെങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്തിരിക്കുന്നോ ആ മട്ടിൽ അടുത്ത ഒരു 50 വർഷം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. നിർഭാഗ്യവശാൽ നമുക്കൊരു സാധനത്തിനും മാസ്റ്റർ പ്ലാൻ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. വരുന്നിടത്ത് തോന്നുന്നവരൊക്കെ ഓരോ പരിപാടി ചെയ്യുന്നു, തോന്നുന്നവരൊക്കെ അവരുടെ വേസ്റ്റ് എവിടെയോ കൊണ്ടുപോയി കളയുന്നു, എവിടെയോ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നു. വരുന്ന ടൂറിസ്റ്റുകൾക്ക് റിസോർട്ടിൽ നിന്നോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു ടോയ്ലറ്റ് പോലും ചുവനേരെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, വഴിയോരത്ത് ടേക്ക് എ ബ്രേക്ക് ഒക്കെ പോലുള്ള ഫെസിലിറ്റികൾ വരുന്നുണ്ടെങ്കിലും ആസൂത്രിതമായി ഒരു ടൂറിസം ഡെസ്റ്റിനേഷന് കേരളത്തിൽ ഒരു 25 ടൂറിസം ഹബ്ബുകൾക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ 25 ഹബ്ബുകൾ ആസൂത്രിതമായിട്ട് നമുക്ക് ലോക നിലവാരത്തിൽ എങ്ങനെ വളർത്താമെന്നുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. സർക്കാർ കാശ് മുടക്കി ഒന്നും വേറെ ചെയ്യേണ്ടതില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, നല്ല റോഡ്, നല്ല റെയിൽവേ, നല്ല എയർപോർട്ടുകൾ, നല്ല സീ പ്ലെയിനുകൾ, നല്ല ഇത്തരം ഫെസിലിറ്റികൾക്ക് പെർമിറ്റുകൾ കൊടുക്കുക. ബാക്കിയൊക്കെ ലോകത്തെ ഒരിടത്തും ടൂറിസം സംരംഭങ്ങൾ നടത്തുന്നത് സർക്കാരല്ല. ഒരു ഉദാഹരണം പറഞ്ഞ ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്ന് കേരള സർക്കാർ നടത്തുന്ന ഒരു പരിപാടി ഞാൻ മാതൃകാപരം എന്ന് വേണേൽ പറയാവുന്നത് ബേക്കൽ ടൂറിസമാണ്. ബേക്കലിൽ സർക്കാരിൻ്റെതായ സംരംഭങ്ങൾ അധികമില്ല. അവിടുത്തെ ആ സ്ഥലത്ത് ടാജ് ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അവരത് ഗംഭീരമായിട്ട് ആ ക്യാമ്പസുകൾ ചെയ്തിരിക്കുകയാണ്. ബേക്കലിലേക്ക് ആ ക്യാമ്പസുകളിലേക്കൊക്കെ നിങ്ങളോട് ഇന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് കേരളത്തിൽ തന്നെയാണോ നിങ്ങൾക്ക് സംശയം തോന്നുന്ന രീതിയിൽ അവർ ചെയ്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ പബ്ലിക് ഇത്തരം ഫെസിലിറ്റികൾ കാണുന്നില്ല. കാരണം അതിനകത്തേക്ക് ഇടിച്ചു കയറിയ ആളുകളെ കയറ്റിവിടില്ല. ഒരു ചായ കുടിക്കാനുള്ള പൈസയെങ്കിലും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയാൽ ഇതിനകം കയറി കാണാം. കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരളം ഇത്ര ഗംഭീരമായിട്ട് സംരക്ഷിക്കാൻ കഴിയുമെന്ന്, അതിമനോഹരമായിട്ട് ഒരുക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ സർക്കാർ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. തടസ്സം നിൽക്കാതിരുന്നാൽ മാത്രം കേരള ടൂറിസത്തിൽ വലിയ വളർച്ചയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സർക്കാർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, തടസ്സം നിൽക്കാതിരുന്നാൽ മതി. സർക്കാർ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരും മാത്രമല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, വില്ലേജ്, ഇലക്ട്രിസിറ്റി, ഫോറസ്റ്റ്, ഇങ്ങനെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ കാരണമാണ് മനുഷ്യർ ഇവിടെ വന്ന് പല കാര്യങ്ങളും ചെയ്യാത്തത്. നിയമങ്ങൾ ഉണ്ടാക്കുക, അത് ആദ്യം തന്നെ പണിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കൊടുക്കണം, നീ ഇന്ന കാര്യങ്ങൾ വയലേറ്റ് ചെയ്യാൻ പാടില്ല. അത് എഴുതപ്പെട്ട റൂൾ ഉണ്ടാകണം. ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾ ബാണാസുര സാഗർ ഡാമിന്റെ പരിസരത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ ഇന്ന ക്ലിയറൻസ് ആദ്യം വാങ്ങിയിരിക്കണം, ഇന്ന കാര്യങ്ങൾ ആദ്യം ചെയ്തിരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റി ചെയ്ത് കൊടുക്കുക. ഇത് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നിങ്ങളിലേക്ക് സദസ്സിലേക്ക് ചോദ്യങ്ങൾ കൈമാറാനുള്ള സമയം ആയിരിക്കുകയാണ്. യാത്രകളുടെ പറഞ്ഞു നിർത്താനുള്ള ഒരു കാര്യം ഇതേ ഉള്ളൂ. ഈ കാക്കനാടന്മാർ വീട്ടിൽ തമ്പി കാക്കനാടനും രാജൻ കാക്കനാടനും ഇഗ്നേഷ്യസ് കാക്കനാടനും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സിൽ അവർ ചെറിയൊരു മദ്യപാന പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ രാജൻ കാക്കനാടൻ നേരെ ബീഡി തീർന്നു എന്ന് പറഞ്ഞ് ബീഡി മേടിക്കാനായിട്ട് പോകും. 1 മണിക്കൂറായിട്ടും ബീഡി മേടിക്കാൻ പോയ മുക്കിലെ മാടക്കടയിൽ പോയ ആൾ തിരിച്ചു വരുന്നില്ല. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാടക്കടയിലെ ചെറുക്കൻ ഒരു ചെറിയ കുറിപ്പുമായിട്ട് വരികയാണ്. ബീഡി കൊടുത്തയക്കുന്നു, ഞാൻ അടിയന്തരമായി ബർമ്മ വരെ പോവുകയാണ്. ഉടുത്തിരുന്ന കൈലിയുമായി നേരെ ബർമ്മയ്ക്ക് പോകുന്ന രാജൻ കാക്കനാടൻ്റെ തലമുറയിൽ അല്ലെങ്കിൽ എസ്.കെ. പൊറ്റക്കാടിൻ്റെ സക്കറിയയുടെ ഒക്കെ എഴുത്തനുഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതെല്ലാം വൈയക്തികമായിട്ടുള്ള അവരുടെ യാത്രയുടെ സ്കെച്ചസ് നമുക്ക് കിട്ടുന്നു, ഒരു നാടിനെ പറ്റിയിട്ടുള്ള പ്രത്യേകതകൾ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വായനാനുഭവം എന്നൊക്കെ ഉള്ള നിലയിൽ നമ്മളതൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ യാത്രയെ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ വർത്തമാനം പറഞ്ഞ മനുഷ്യൻ ചരിത്രപരമായിട്ട് ചെയ്യുന്ന ഒരു ധർമ്മമുണ്ട്. മറ്റൊരു നാട്ടിൽ നിന്ന് നമ്മൾ സ്വീകരിക്കാനുള്ള, നമ്മൾ തിരുത്താനുള്ള, സ്വയം നവീകരിക്കാനുള്ള വഴികളെ പറ്റിയിട്ട് പറയുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതാണ് ഈ സഞ്ചാര പരിപാടികളിലൂടെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ വ്യക്തിപരമായിട്ട് നന്ദിയോടുകൂടി സ്മരിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാം ജീവിത ചക്രങ്ങളിൽ
ചില പരിണാമങ്ങൾ ചില മനുഷ്യർ ഉണ്ടാക്കാറുണ്ട്. അത്തരമൊരു വലിയ പരിണാമം ഉണ്ടാക്കാനായിട്ടുള്ള പ്രചോദനം നൽകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിനെ മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് പരിവർത്തിപ്പിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ടുള്ളൊരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കും. എത്തിക്കുന്ന ഒരു ചാനലിൻ്റെ ഉടമയാണല്ലോ താങ്കൾ. അതായത് വളരെ സൗജന്യമായിട്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് സഫാരി ചാനൽ കാണാറ്. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്ട് എങ്ങനെയാണ് ഇവർക്ക് ഒരു പരസ്യം പോലും ഇല്ലാതെ ഇത് നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഇപ്പം നമുക്കറിയാം പല യൂട്യൂബേഴ്സും സഞ്ചാരം അല്ലെങ്കിൽ യാത്രകൾ നടത്തുന്നുണ്ട്. അത് പ്രമോഷൻ വർക്ക് മുഖേന അല്ലെങ്കിൽ പല രീതിയിലാണ് അത്. അതുപോലെ തന്നെ ഇപ്പൊ സാറിനെ പോലെ തന്നെ യാത്രയെ വളരെയധികം പ്രണയിച്ച് അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തില് യാത്ര ചെയ്യുന്ന വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരേ ഉള്ളൂ. അവരുടെ യാത്രാനുഭവങ്ങൾ കാണാൻ അതായത് മറ്റു പ്രമോഷൻ വർക്കുകൾ ചെയ്തിട്ടും പല ഉദ്ദേശങ്ങളിലൂടെയും ഈ വീഡിയോസ് നമ്മളിൽ എത്തിക്കുന്നവരുടെ അത്ര റീച്ച് അല്ലെങ്കിൽ അത്ര ഫോളോവേഴ്സ് ഈ അതായത് ഈ മറ്റ് ഇതിനോട് യാത്രയെ പ്രണയിക്കുന്നവർക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തന്നെ ഇതിനോട് അവരോട് ആഭിമുഖ്യം കാണിക്കുന്നില്ല. അവർക്കൊരു വലിയ താല്പര്യമില്ല. അവർക്ക് കുറച്ചും കൂടെ പൊലിമ കാണിക്കുന്നവരാണ് താല്പര്യം. അപ്പൊ ഇതിന് നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇപ്പൊ സാറ് പറഞ്ഞു, സാറിനറിയാം, സാറ് നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. അതായത് സാധാരണക്കാരെ പരിഗണിച്ചാണ്, അല്ലെങ്കിൽ യാത്ര എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമാണ് ഒക്കെ സാറിനുണ്ട്. അതായത് ഈ ഉദ്ദേശം കൊണ്ട് യാത്ര ചെയ്യുന്നവരുടെ യാത്രാനുഭവങ്ങള് നമ്മുടെ മക്കൾക്ക് കാണാൻ താല്പര്യമില്ല. അപ്പൊ ഈ നമ്മുടെ മക്കളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇവരോട് സാറിന് എന്താ പറയാനുള്ളത്? മക്കളോട് പറയാനുള്ള ഉമ്മയുടെ സങ്കടം നിങ്ങൾ കേട്ടല്ലോ. വീഡിയോ ചെയ്യുന്നുണ്ടോ? ഓക്കെ. 80കളിലെ ഞാൻ 80കളിലേക്കും തിരിച്ചു പോയത് MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന വാരികയുടെ സർക്കുലേഷനും അന്നത്തെ മംഗളം വാരികയുടെ സർക്കുലേഷനും തമ്മിലുള്ള വ്യത്യാസം കൂട്ടിയാൽ മതി. അതാണ് ഈ രണ്ട് തരം യാത്രകൾ തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഇന്നും നിങ്ങൾ രണ്ടാം ഊഴത്തെ ഓർക്കുന്നുണ്ട്, മാത്യുമറ്റത്തിൻ്റെ ആ നോവലിനെ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലതിന് ജനകീയത കൂടും. ജനകീയത കൂടി എന്നതുകൊണ്ട് ഗുണനിലവാരം എന്നോ കാലാധിപത്യം എന്നോ അതിന് അർത്ഥമില്ല. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പരിപാടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പം പറ്റിയെന്ന് കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അത് സ്വാഭാവികമാണ്. ഇതിന് പല ക്ലാസ്സുകളുണ്ട്. അപ്പം നമ്മൾ തീരുമാനിക്കണം നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. സമൂഹത്തിലെ ചിന്താശേഷിയുള്ള, ബുദ്ധിയുള്ള, സാമൂഹ്യ ബോധമുള്ള, വായനാശീലമുള്ള ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് വേണോ, അതല്ല വളരെ ലൈറ്റായിട്ടുള്ളൊന്നും മതി, അല്ലെങ്കിൽ അതിനകത്തെ ചെറിയ തോതിലൊക്കെയുള്ള കോമാളിത്തരങ്ങളും ഫണ്ണുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അവർക്ക് വേണോ? നമുക്കറിയാം സോഷ്യൽ മീഡിയയെ എങ്ങനെ വേണേലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ യൂട്യൂബിലേക്കൊക്കെ വരുമ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ അത് എങ്ങനെ വേണേലും നമുക്ക് ലൈറ്റാക്കാം. ചില സമയത്ത് എൻ്റെ ചില വീഡിയോകളിൽ ചില ട്രാവലുകളിൽ ഒക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഞാനും ചെറിയൊരു കോമാളിത്തരം കാണിച്ചാലേ മനുഷ്യൻ കാണുള്ളൂ എന്ന് തോന്നുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ആ ഒരു ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ സഫാരിക്ക് ഒരു 10-30 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുണ്ട്. ഏത് വീഡിയോ ഇട്ടാലും ഒരു 1.5 ലക്ഷം 2 ലക്ഷം, പ്രത്യേകിച്ച് സഞ്ചാരി ഡയറി ഗ്രൂപ്പാണെങ്കിൽ ഒരു 2.5 ലക്ഷം 3 ലക്ഷം വ്യൂവേഴ്സ് എല്ലാ വീഡിയോയ്ക്കും ഉണ്ടാകുന്നുള്ളത് കൊണ്ട് ഞാനിപ്പോഴും തിരിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷേ പുതിയ ആളുകൾ അത് വലിയൊരു പ്രശ്നം നേരിടുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം നല്ല കണ്ടന്റിന് സ്വീകാര്യത സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. കാരണം 1997 സഞ്ചാരം ഞാൻ ആരംഭിക്കുമ്പോൾ ഈ ആശയം 5 വർഷമെടുത്തു കേരളത്തിലെ ഒരു ചാനൽ സ്വീകരിച്ച് സംപ്രേഷണം ആരംഭിക്കാൻ. ഇത് വേണ്ട എന്നായിരുന്നു അന്നുണ്ടായിരുന്ന കേരളത്തിലെ എല്ലാ ചാനലുകളും പറഞ്ഞിരുന്നത്. 4.5 കൊല്ലം ചാനലുകളുടെ വരാന്തയിൽ നടന്നിട്ടാണ് 5ാമത്തെ കൊല്ലമാണ് സഞ്ചാരം ഒരു ചാനല് പ്രതിഫലമില്ലാതെ ഞാൻ സംപ്രേഷണം ചെയ്യാമെന്ന് സമ്മതിച്ചത്. അപ്പോൾ അതുതന്നെയാണ് ഏത് കാര്യത്തിൻ്റെയും പുതിയ കാര്യത്തിനൊക്കെ ഉണ്ടാകുന്ന വിധി. പക്ഷേ ക്ഷമയോടെ നമ്മൾ കുറേയേറെ കാലം പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആളുകൾ വ്യൂവേഴ്സ് അതിനുണ്ടാവും.
സാറിന് ചോദിച്ചിട്ട് ഞങ്ങളുടെ ഒരു സ്വപ്നഭൂമിയിലേക്ക് വന്നതിന് സാർ നന്ദി പറയാണ്. വയനാട് ജില്ല കേരളത്തിലെ 3 സ്റ്റേറ്റുകൾ സംഗമിക്കുകയാണ്. കർണാടക, തമിഴ്നാട്, കേരളം. ഞങ്ങളുടെ റോഡ് അടച്ചിട്ട് വർഷങ്ങളായി. ഒരു ജില്ലാ കളക്ടറാണ് നാഷണൽ ഹൈവേ അടയ്ക്കുന്നത്. നമുക്കതിന് നൂലാമാലകൾ പെട്ട് ഇതുവരെ നമുക്ക് നീക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ട്രെയിനിന് വേണ്ടി കുറേ ശ്രമിച്ചു. എനിക്കിപ്പോൾ കടലിന് വേണ്ടി ശ്രമിച്ചാൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വയനാട് ജില്ലയിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ 2 ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ടൂറിസം മേഖലയൊക്കെ തകർന്നു കഴിഞ്ഞു. കുടിയേറ്റം സംഭവിച്ച പല സ്ട്രഗിൾ ചെയ്തിട്ടാണ് വയനാട്ടിൽ ഞങ്ങളിവിടെ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ വയനാട് ജില്ലയിൽ സാറ് നോക്കിക്കാണുമ്പോൾ വയനാട് ജില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു സാറിന് എന്തെങ്കിലും എന്തെങ്കിലും സാറിന് പറയാനുണ്ട്, എനിക്ക് ആശ്വസിപ്പിക്കാനെങ്കിലും സാർ എനിക്ക് പറഞ്ഞു തരാനുണ്ടോ ചോദിച്ചു. നമ്മൾ നിരാശരാവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത്തരം സാഹചര്യങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനുകളൊക്കെ കടന്നുപോയിട്ടുണ്ട്. ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനുകളൊക്കെ കടന്നുപോയി. നമുക്കറിയാം, ഈ പ്രളയം, ഈ ലാൻഡ് സ്ലൈഡ് മാത്രമല്ലല്ലോ, അതിനു മുമ്പ് ഒരു 2 വർഷത്തോളം ടൂറിസം ഇൻഡസ്ട്രി അല്ല, ലോകത്തെ എല്ലാ വ്യവസായങ്ങളും തകർന്നു പോയൊരു കാലമില്ലേ കോവിഡ് കാലം. അതിനെ നമ്മൾ അതിജീവിച്ച് കുറേ ആളുകൾ സ്വാഭാവികമായിട്ടും കൂടെ മരിച്ചുപോയി, ബിസിനസ് തകർന്ന് ആത്മഹത്യ ചെയ്തവർ വരെ കോവിഡ് കാലത്തുണ്ട്. പക്ഷേ നമ്മൾ അന്ന് ലോക്ക്ഡൗൺ ചെയ്ത് വീടിനകത്തിരിക്കുമ്പോൾ ഇനി ജീവിതമുണ്ടോ എന്ന് വരെ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാലം നമ്മൾ വിസ്മരിക്കരുത്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും കുതിച്ചുയർന്നില്ലേ? വീണ്ടും ഇന്ത്യയുടെ സമ്പദ്ഘടന അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം മേഖലയിലേക്കുള്ള വരവ് ഇതൊക്കെ വർദ്ധിച്ചില്ലേ? നമ്മൾ പിന്നെയും അതിനെ അതിജീവിച്ചില്ലേ? ഫ്ലോറിഡ, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ക്യാപിറ്റൽ എന്ന് വേണേൽ പറയാവുന്ന മയാമിയാണ്. ഈ ഫ്ലോറിഡയിൽ ഒരു 3 കൊല്ലം കൂടുമ്പോൾ ചുഴലിക്കൊടുങ്കാറ്റുണ്ടാവുകയും ആ ജനത്തെ മുഴുവൻ ഒഴിപ്പിക്കുകയും അവിടെ മുഴുവൻ ചുഴറ്റി എറിഞ്ഞ് കളയുകയും ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് ഫ്ലോറിഡ. ഈ ഫ്ലോറിഡ ചുഴലിക്കൊടുങ്കാറ്റൊക്കെ പോകും, ഇവർ തിരിച്ച് പഴയ പോലെ വരും, ടൂറിസം വളർത്തും, അവർ പ്രവർത്തനങ്ങൾ നടത്തും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു പദ്ധതിയും സ്വപ്നങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. വയനാടിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. ലോകത്തെ ഏത് രാജ്യവും വികസിച്ച നാടുകളും അവരടുത്ത ഒരു 50 വർഷത്തെ മുന്നിൽ കണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് കാശ് സർക്കാരിനില്ലെങ്കിൽ കാശുള്ളവരെ കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യിക്കും. ലോകത്തെല്ലാം സർക്കാർ തന്നെ ചെയ്യണമെന്ന് നമ്മൾ ഇനിയും വാശി പിടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം. ഈവൻ റെയിൽവേ വരെ പല രാജ്യങ്ങളിലും പ്രൈവറ്റ് സെക്ടറിലാണ് ഓടുന്നത്. ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഗതാഗത സംവിധാനം വരുന്നത്. റെയിൽവേ പോട്ടെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ലോകത്തെ വിമാന കമ്പനികളല്ല സർക്കാരിൻ്റെ ആണോ? നമ്മൾ ഈ യാത്ര ചെയ്ത വിമാന കമ്പനികളിൽ എത്രയുണ്ട് സർക്കാരിൻ്റെ? ആകെപ്പാടെ സർക്കാരിൻ്റെ ഉണ്ടായിരുന്ന എയർ ഇന്ത്യ പോലും ഇപ്പോൾ സർക്കാരിൻ്റെ നല്ലതായില്ലേ? അപ്പം നമ്മൾ എന്തിനാ ഈ സർക്കാരിനെ മാത്രം ആശ്രയിച്ച് എല്ലാം നടക്കും? ഗതാഗതത്തിന് സർക്കാർ വേണം, റെയിൽവേക്ക് സർക്കാർ വേണം. ഈ ചിന്ത നമ്മൾ തീർച്ചയായിട്ടും മാറ്റണം. അങ്ങനെ മാറ്റം വരുമ്പോൾ അതിനെല്ലാം എതിർക്കുന്നത് നമ്മൾ തന്നെയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രൈവറ്റൈസ് ചെയ്ത് വിറ്റ് മുടിക്കുന്നു, തൊലയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശരിയാണെന്ന് ചിലപ്പോൾ വിൽക്കും, അതിനകത്ത് ചിലപ്പോൾ കുറച്ച് അഴിമതി നടന്നിട്ടുണ്ടാവും. നമ്മൾ ഏത് സാധനം ചെയ്യുമ്പോൾ 1 പൈസ മറ്റവനൊന്നും കിട്ടരുത് നമ്മൾ വാശി പിടിക്കേണ്ടതില്ല. ഏത് ഡീലിനകത്തും കുറേ അഴിമതിയൊക്കെ ഉണ്ടാവും. അത് നിയന്ത്രിക്കാൻ പറ്റുന്ന പരമാവധി നോക്കുക. പക്ഷെ കുറവൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ കണ്ണടച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ നല്ലൊരു സാഹചര്യം ഉണ്ടായേക്കാം. ഉദാഹരണം ഞാൻ പറയാം. ടെലികോം BSNL മാത്രമുള്ളൊരു ഇന്ത്യ നിങ്ങളൊന്ന് ചിന്തിച്ച് ചോദിക്കുക. മൊബൈൽ ഫോണിൻ്റെ ഒരു കാലത്ത് BSNL മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്ന് വിചാരിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രചാരം ഉണ്ടായ ഒരു വിപ്ലവം ഉണ്ടാക്കിയ ഒരു ഘടകം 2016, 17, 18 കാലത്തൊക്കെ ജിയോ കൊണ്ടുവന്ന ഒരു വലിയ വിപ്ലവമല്ലേ? ഡേറ്റയുടെ വിപ്ലവം. BSNL മാത്രം ഉണ്ടായിരുന്ന മൊബൈൽ കിട്ടിയിരുന്ന കാലത്ത് യൂട്യൂബിൻ്റെ സ്ഥിതി എന്തായിരുന്നു? ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക മാത്രമായിരുന്നു. 2007 സഞ്ചാരം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. അന്നൊരു മനുഷ്യൻ ഇത് കാണുന്നില്ലായിരുന്നു. കാരണം എന്താ? യൂട്യൂബ് തുറക്കുമ്പോൾ കുറെ കറങ്ങുന്ന ചക്രം മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിന്റെ എലോൺ മസ്ക് മുതൽ ജെഫ് ബെസോസ് മുതൽ ലോകത്തെ നിയന്ത്രിക്കുന്ന കപ്പാസിറ്റി ഉള്ള വമ്പന്മാരെ കൊണ്ട് കാശിറക്കിച്ച് നമ്മൾ ആ ഫെസിലിറ്റി ആസ്വദിക്കുക എന്നുള്ളതാണ് ബുദ്ധി. ആമസോൺ സർക്കാർ നടത്തിയ എങ്ങനെ ഉണ്ടാവും? ജെഫ് ബെസോസിന്റെ കമ്പനികൾ സർക്കാർ നടത്തിയ എങ്ങനെ ഉണ്ടാവും? മൈക്രോസോഫ്റ്റിനെ കമ്പനി അല്ലെങ്കിൽ ഗൂഗിളിനെ സർക്കാർ നടത്തിയ എങ്ങനെ ഉണ്ടാവും? അപ്പൊ സർക്കാർ തന്നെ എല്ലാം വേണമെന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ജനത്തിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് അവർക്ക് അവസരം കൊടുക്കുന്ന ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അവരെ നിയന്ത്രിക്കണം. ആ നിയന്ത്രിക്കുന്ന ജോലിയാണ് സർക്കാർ ചെയ്യേണ്ടത്. അവർ തോന്നിയാസം കാണിക്കുന്നുണ്ടെങ്കിൽ പിടിച്ചു നിർത്തേണ്ട ജോലിയാണ് സർക്കാർ. അതിനാണ് നിയമങ്ങളുള്ളത്, നിയമപാലകരുള്ളത്, അതിനാണ് കോടതികളുള്ളത്, സംവിധാനങ്ങളുള്ളത്. അവരൊന്നും വേണ്ട എന്നതിന് പകരം
ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ലോകത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഈ കണ്ടുപിടുത്തങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന സൗകര്യങ്ങളും ഇതെല്ലാം ഓരോ സ്വകാര്യ വ്യക്തികളോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയതല്ലേ. വൈദ്യുതി കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസന്റെ കമ്പനിയുടെ പേരാണ് ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്നത്. അവിടെയാണ് ലോകം മുഴുവൻ കറണ്ട് ഉണ്ടാക്കി ആദ്യകാലത്ത് കൊടുത്തിരുന്നത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സർവ്വ സാധനങ്ങളും സ്വകാര്യ കമ്പനികളുടേതല്ലേ. ഇനിയും നമ്മളിതിനെ വാശി പിടിക്കുന്നത്. അങ്ങനെ സ്വകാര്യ കമ്പനികൾക്ക് വലിയ സാധ്യതകൾ ഉണ്ടെന്ന് വരുമ്പോൾ നമ്മുടെ മക്കളും അത്തരം സംരംഭങ്ങളിലേക്ക്, സ്റ്റാർട്ടപ്പുകളിലേക്ക് തിരിയില്ലേ? സ്വിഗ്ഗി പോലെ, സൊമാറ്റോ പോലെ നമ്മുടെ കുട്ടികളും ചിന്തിച്ച് എന്തുകൊണ്ട് പുതിയ ആപ്പുകൾ ഉണ്ടാക്കുന്നില്ല? അവർ സംരംഭകരാകട്ടെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭ്യമാകുന്ന, കാരണം സ്വകാര്യ സംരംഭകർക്ക് ഒറ്റ ഇതേ ഉള്ളൂ, മത്സരത്തിന്റെ ലോകമാണ്. അവിടെ ഏറ്റവും മികച്ചത് കൊടുത്തില്ലേ കസ്റ്റമർ എന്നെ വിട്ടിട്ട് പോകുന്ന അവർക്കറിയാം. അത് ട്രെയിനാണെങ്കിലും വിമാനമാണെങ്കിലും ഒക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ, വയനാടിന്റെ സ്വപ്നങ്ങളിലേക്ക് പോകണമെങ്കിൽ കാശില്ലാത്ത സർക്കാരിന്റെ പുറകെ നടക്കുക എന്നുള്ളതല്ല, സർക്കാരുകളുടെ പദ്ധതികളുടെ പുറകെ മാത്രം നടക്കുക എന്നും 50-60 കൊല്ലം ആ സ്വപ്നം നമ്മളിങ്ങനെ തലമുറകളോളം കൈമാറി കൊടുക്കുക എന്നുള്ളതല്ല. നടപ്പാക്കാൻ കഴിയുന്ന സംവിധാനങ്ങളെ കണ്ടെത്തുക, അവരെ കൊണ്ടുവരാൻ സർക്കാരുകളെയും ജനപ്രതിനിധികളെയും പ്രേരിപ്പിക്കുക. അവർ കൊണ്ടുവരാൻ തയ്യാറായാൽ അതിനെ എതിർക്കാതെ അതിനെ സ്ക്രൂട്ടനി ചെയ്യണം, പക്ഷെ അതിനെ തടസ്സപ്പെടുത്താതെ നമ്മൾ കൂടെ നിൽക്കുകയെങ്കിലും ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ കാര്യങ്ങൾ മാറും. നമ്മുടെ പുതിയ തലമുറ അങ്ങ് പോകണമെന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തും. അവസാന ചോദ്യത്തിലേക്ക് ക്ഷണിക്കും. നമ്മുടെ നമസ്കാരം സാർ. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. പെട്ടെന്ന് സാറ് ഒട്ടും കേൾക്കാത്ത ഒരു കോംപ്ലിമെൻ്റാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ സാറിൻ്റെ സ്ഥിരം ഒരു പ്രേക്ഷകനാണ്. സാറിന് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്, ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ക്രിറ്റിക്കലായിട്ടും അല്ലാതെ തന്നെ സാറ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് 2 കാര്യങ്ങളാണ് സാറിനോട് ചോദിക്കാനുള്ളത്. ഒന്ന്, സ്റ്റുഡൻസിൻ്റെ മൈഗ്രേഷനുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിൻ്റെ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ചെറിയൊരു അഭിപ്രായവും വേറൊരു ചോദ്യം കൂടെ ചേർത്താണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻഡെക്സുകളിൽ നല്ല വികസനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മേഖലയാണ് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം. ഞാൻ ബേസിക്കലി ഒരു ഡെന്റിസ്റ്റാണ്. അതിൻ്റെ കൂടെ പാലിയേറ്റീവ് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ വിദ്യാഭ്യാസമാണെങ്കിൽ ആരോഗ്യമാണ്, എക്സ്പെൻഡിച്ചറൊക്കെ നല്ല രീതിയിൽ പോകുന്നതാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിൽ 2.1 ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതും ഒരു വികസന സൂചികയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പം നിലവിൽ നമ്മുടെ 2 തട്ടിലുള്ള ഭരണമായതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു സാമ്പത്തികമായ ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അലോക്കേഷൻ വളരെ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനം അങ്ങോട്ട് ആരോപിക്കുകയും അതുപോലെ തന്നെ കേന്ദ്രം ഇങ്ങോട്ടേക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ വായ്പാ പരിധിയൊക്കെ കുറച്ച് നമ്മുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പണം കുറയ്ക്കുന്നു തികച്ചും അങ്ങോട്ടേക്കും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പൊ പുതിയ ഡീലിമിറ്റേഷൻ ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് പാർലമെന്റിലെ പ്രാതിനിധ്യം പോലും കുറയുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ മേഖല, സേവന മേഖലയിലും അതുപോലെയുള്ള ഈ മേഖല ഇൻഡെക്സുകളിലെല്ലാം വികസിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ബേർഡൻ നമ്മൾ അനുഭവിക്കുകയും താരതമ്യേന ഈ കാര്യങ്ങളിലൊന്നും മുന്നേറ്റം ഉണ്ടാകാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ നമ്മുടെ നികുതി വിഹിതം പോകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കത് തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഈ സേവന മേഖലയിലുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ കുറയ്ക്കേണ്ടതുണ്ടോ? കാരണം ഈ ഇൻഡെക്സുകളിലേക്ക് മുന്നോട്ട് വന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും നമ്മൾക്ക് ഈ പറഞ്ഞ മേഖലയിലേക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഏതെങ്കിലും മേഖലയിലേക്ക് അതിന് മാറ്റം വരുത്തേണ്ടതുണ്ടോ, തിരിച്ചുവിടേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. രണ്ടാമത്, സാർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തു. അതെ, എനിക്കൊന്നും മനസ്സിലായില്ല. ചോദ്യം മാത്രം ഒന്ന് ചോദിച്ചു. ചോദ്യം, കേരളത്തെ വികസനം വന്നതുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായിട്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ മാനമാരുടെ ഏത് സർക്കാരാണെങ്കിലും അതിന്റെ പേരിൽ നമ്മൾ അതിന്റെ ബേർഡൻ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഓരോ ചോദ്യമായിട്ട് ചോദിച്ചു. അതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും സാർ വേറെ കാര്യം ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. റൈറ്റ്. അതായത് സ്വാഭാവികമാണ്, നമുക്കറിയാം ഒരു രാഷ്ട്രം നോക്കുമ്പോൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന, പിന്നെ പ്രത്യേക ചില പരിഗണനകൾ വേണമെന്ന് കേന്ദ്ര സർക്കാരിന് തോന്നുന്ന സ്റ്റേറ്റുകൾക്ക് അവർ വീതം അല്പം കൂടുതൽ കൊടുക്കും. ഓൾറെഡി വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ ഉയർന്നു നിൽക്കുന്നതാണ്. അതുകൊണ്ട് അവരുടെ കൂടെ കുറച്ച് പൈസ എടുത്ത് നമുക്ക് അതില്ലാത്തവർക്ക് കൊടുക്കുക എന്നൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിക്കും. അപ്പം നമുക്കറിയാം ഒരു കുടുംബത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചില കാരണവന്മാർ ചിന്തിക്കുക, അല്ലേ? നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല തൊഴിലുണ്ട്, നല്ല വരുമാനമുള്ള ഒരാൾക്ക് എന്നതിനേക്കാൾ വിദ്യാഭ്യാസം അത്ര മോശമായി ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള മകന് ഇച്ചിരി കൂടുതൽ കൊടുത്തേക്കാമെന്ന് തീരുമാനിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ അത് നമ്മളെ ഒത്തിരി ബാധിക്കുന്നുള്ളത് വാസ്തവം തന്നെയാണ്.
നമ്മുടെ പല പദ്ധതികളെയും ബാധിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയമായ കാരണങ്ങളും അതിനകത്തുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്ന വിഹിതങ്ങൾ കുറയുന്നത് കൊണ്ട് കേരള സർക്കാർ നേരിടുന്ന പ്രതിസന്ധി ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ കേരളത്തിലെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ കൂടിയാണ്. അപ്പോൾ ഈ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അത് കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ മാത്രം പ്രശ്നമല്ലത്, കാലാകാലങ്ങളിലായിട്ട് അങ്ങനെയുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചില നയങ്ങൾ നമ്മളെ ഈ പറഞ്ഞ പൈസയുടെ ഷോർട്ടേജിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് പൊളിറ്റിക്കൽ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല, അങ്ങനെ ഒരു ചർച്ച ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്നല്ലേ എനിക്കറിയാതെ. ഇതിന് പരിഹാരമാർഗം എന്തെന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ ഇതിന് തൊട്ടു മുമ്പത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. സർക്കാരിനെ മാത്രം ആശ്രയിച്ചു പോകുന്ന കാലം കഴിഞ്ഞു. ദയവ് മനസ്സിലാക്കുക, നമ്മുടെ ശീലങ്ങളാണ് ഇതെല്ലാം സർക്കാർ തരേണ്ടതാണെന്ന്. അല്ല, സർക്കാരിനെ മാത്രം ആശ്രയിക്കാതെ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം കേരളത്തിനുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ പല വിധത്തിലുള്ള ഗുണവും നാടിനുണ്ടാവും. 1-2 ചോദ്യങ്ങൾ കൂടിയുള്ള സമയമുണ്ട്. പെട്ടെന്ന് ചോദ്യങ്ങൾ പരമാവധി ചുരുക്കി ടു ദി പോയിന്റ് എന്നുള്ള നിലയിൽ ചോദിച്ചാൽ ഉപകാരം. നമസ്കാരം സർ, ഞാനൊരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് സാറിൻ്റെ പ്രസംഗങ്ങളൊക്കെ എൻ്റെ ഉപ്പ കേൾപ്പിച്ചു തരാറുണ്ട്. അപ്പോൾ സാറ് സൈബീരിയയിൽ പോയ ഒരു അനുഭവം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോൺസ്റ്റ എന്നൊരു കുട്ടിയില്ലായിരുന്നു. അപ്പോൾ ആ കഥ എനിക്ക് വല്ലാതെ ഇൻസ്പയർ ആയി. അപ്പോൾ ഈ വയനാട്ടിൽ നമുക്ക് അതുപോലെയുള്ള ഒരു ടൂറിസം വികസിപ്പിച്ച് ആ ഒരു പദ്ധതിയിലേക്ക് സാറിന് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നതാണ് എൻ്റെ ചോദ്യം. പക്ഷേ എൻ്റെ പാഷൻ അതല്ല, എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവണം എന്നതാണ്. പക്ഷെ 10 ലക്ഷം ശമ്പളം വാങ്ങുന്ന സയൻറ്റിസ്റ്റ് അല്ല, 10 ലക്ഷം അല്ലെങ്കിൽ 10 പേർക്ക് ശമ്പളം കൊടുക്കുന്ന സയൻറ്റിസ്റ്റ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് സാറ് പറയാറുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും യാത്രകൾ വലിയ അനുഭവങ്ങളാവുമെന്ന്. അപ്പോൾ എൻ്റെ ഈ ഒരു ആഗ്രഹത്തിനും എൻ്റെ സാമ്പത്തിക പരിമിതികളിൽ ഒതുങ്ങുന്ന ഏത് രാജ്യത്ത് പോകുമ്പോഴാണ് നല്ല അനുഭവങ്ങൾ ലഭിക്കുമെന്ന് ആണ് സാറ് പറയുന്നത് എന്ന നിർദ്ദേശം വെക്കാമോ? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു സാർ അടുത്ത പ്രാവശ്യം എവിടെയും പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോയിക്കാം, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കോൺസ്റ്റയുടെ കാര്യം മോനറിയാമല്ലോ. കോൺസ്റ്റയെ ആരും കൊണ്ടുപോയതല്ലായിരുന്നു എന്നാണ് കഥ. അപ്പം അതുകൊണ്ട് അതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ചിലപ്പോൾ കോൺസ്റ്റയുടെ കഥ നിങ്ങൾക്കറിയില്ലായിരിക്കാം. ഞങ്ങൾ ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു 4 കുട്ടികൾ ആ കൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണ്. അവരെ പരിചയപ്പെട്ടു. അവർ ഞങ്ങളിരിക്കുന്ന കൂപ്പയിൽ തന്നെയാണ്. 3 പെൺകുട്ടികളും കോൺസ്റ്റേ എന്ന ആൺകുട്ടിയും. ഇവരുടെ ഡിഗ്രി പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രിക്ക് ശേഷം അവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കണമെന്നൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ അവർ ഉച്ച കഴിഞ്ഞുള്ള സമയം അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാത്ത സമയം, കാരണം അവിടെ ഹാഫ് ഡേ ആണ് ഡിഗ്രിക്കൊക്കെ പഠിക്കേണ്ടത്, അത്രയേ ഉള്ളൂ. നമുക്കും കോളേജിൽ പഠിക്കാനും നമുക്കറിയാം. അവർ ബാക്കി സമയത്ത് ജോലി ചെയ്യും. അത് അവിടുത്തെ ആ നാട്ടിലെ രീതി അങ്ങനെയാണ്. റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യുന്നവരുണ്ട്, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, കോൺസ്റ്റേ എനിക്ക് തോന്നുന്നത് ബുക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു ജോലിയാണ് ചെയ്തിരുന്നത്. ഇതിലൂടെ ഉണ്ടാകുന്ന പൈസ കൊണ്ട് ഇവർ സമ്പാദിച്ച് ഒരു 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് പൂർത്തിയാകും. 4 വർഷം ഡിഗ്രിയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു. അവിടെ തീരുന്ന സമയമായപ്പോഴേക്കും അവർ സമ്പാദിച്ച പൈസയുമായിട്ട് ഇവർ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അവർ ഒരു ടൂർ കമ്പനി തുടങ്ങുക എന്നുള്ളതാണ് കോൺസ്റ്റയുടെ ആഗ്രഹം. അപ്പോൾ യൂറോപ്പിൽ നിന്ന്, ഫിൻലൻഡുകാരാണ് അവർ, യൂറോപ്പിൽ നിന്ന് മംഗോളിയയിലേക്ക് ട്രാൻസ് സൈബീരിയയിലൂടെ കിഴക്കോട്ട് ഒക്കെ ഒരു ടൂർ കമ്പനി നടത്തണമെങ്കിൽ ആദ്യം അതിലൊരു അനുഭവം ഉണ്ടാക്കണം. അതിനുവേണ്ടി സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണവുമായിട്ട് ഡിഗ്രിയുടെ ഫൈനൽ ഇയറിൽ യാത്ര ചെയ്യുന്ന കുട്ടികളാണ് അവർ. ഞാൻ വിദ്യാഭ്യാസത്തിൽ അലകും പിടിയും മാറ്റണമെന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിട്ടില്ലാത്ത ഒരു പരിഷ്കാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിഗ്രിക്കോ PGക്കോ പഠിക്കുന്ന കുട്ടി പോലും അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് ചെന്നിട്ട് വണ്ടിക്കൂലിക്കുള്ള പൈസ മുതൽ ഒരു ചായ കുടിക്കാനുള്ള, ഒരു നാരങ്ങ വെള്ളം കുടിക്കാനുള്ള പൈസയ്ക്ക് വരെ കൈ നീട്ടേണ്ട ഒരു സാഹചര്യത്തിലാണ്. എനിക്ക് തോന്നുന്ന ലോകത്തെ വികസിതമായ ഒരു നാട്ടിലും ഒരു ഡിഗ്രിക്ക് ചേർന്ന ഒരു കുട്ടി മാതാപിതാക്കളെ ആശ്രയിക്കാറില്ല. പരമാവധി മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുക ആ ഡിഗ്രി കോഴ്സിൻ്റെ ഫീസിനുള്ള ഒരു ലോണ് ജാമ്യം നിന്ന് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അവർ പഠിച്ചു കഴിഞ്ഞാൽ ആ ലോൺ അവർ തിരിച്ചടയ്ക്കണം. ഇത്രയുമാണ് സാധാരണ ചെയ്യുക. പലപ്പോഴും ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി മാതാപിതാക്കളുടെ വീടുകളിൽ താമസിക്കാറ് പോലുമില്ല.
അതിനുശേഷം ഈ ഡിഗ്രി പഠനം തുടങ്ങുന്നതോടുകൂടി വീടുമായിട്ടുള്ള ബന്ധം തന്നെ അവരുടെ തീരും. ഇടയ്ക്ക് മാതാപിതാക്കളുടെ അപ്പോയിൻമെന്റ് എടുത്ത് അവരെ കാണാൻ വരും, അവരാഗ്രഹിക്കുമ്പോൾ ഇവർ കാണാൻ ചെല്ലും. ഇവരുടെ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുക. ജീവിക്കാനുള്ള പൈസ, പഠിക്കാനുള്ള പൈസ ഇവർ ജോലി ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, റിസർച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് മാതാപിതാക്കളിൽ നിന്ന് പൈസ മേടിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരത്തിന് പകരം നമ്മളുടെ ഒരു 35 ലക്ഷം അല്ലെങ്കിൽ അതിലെ ഒരു 20 ലക്ഷം കുട്ടികൾക്കും എന്തെങ്കിലും ചെറിയ തോതിലുള്ള സ്റ്റാർട്ടപ്പുകൾ, ചെറിയ സംരംഭങ്ങൾ, ചെറിയ പ്രവർത്തനങ്ങൾ, ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ചില തൊഴിലുകളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിലൂടെ ഇവർക്ക് വരുമാനം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തൊഴിലധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. കുട്ടികളെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. ആ മോൻ പറഞ്ഞതുപോലെ തന്നെ ശമ്പളം മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുട്ടികളെ ഒരുക്കുന്നത്, അല്ലേ? ഈ കോഴ്സ് പഠിച്ചാൽ നല്ല ശമ്പളം കിട്ടുമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് മക്കളെ. ആ കോഴ്സിന് നോക്കുമ്പോൾ നല്ല ശമ്പളം കിട്ടുമെന്നാണ് പഠിക്കുന്നത്. ഇതെല്ലാവരും അത് വിശ്വസിച്ചിരിക്കുക, അങ്ങനെയാണ് മുമ്പോട്ട് ജീവിതം പോകുന്നത്. ഈ കോഴ്സിന് പോയാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ജീവിച്ചാൽ എത്ര പേർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയും എന്നവരായി ചിന്തിക്കുന്ന എത്ര കുട്ടികളെ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. ശമ്പളം കൊടുക്കുന്നവരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമാണ് ശരിക്കുള്ള വിദ്യാഭ്യാസം. ശമ്പളം വാങ്ങുന്നവരെ സൃഷ്ടിക്കാൻ ആരെ കൊണ്ടും പറ്റും. അത് പശുവങ്ങളിൽ നിന്ന് വരുന്നവർ ഇവിടെ ഒന്ന് ശമ്പളം മേടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവനാക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ വിദ്യാഭ്യാസം കേരളത്തിൽ സാധ്യമാകുന്നത്. ശമ്പളം കൊടുക്കുന്നവരോട് സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പൈസയോ സർക്കാരിൻ്റെ സബ്സിഡിക്കോ വേണ്ടി കാത്തു നിൽക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് പണം ഉണ്ടാക്കുന്നവരായി മാറാൻ പറ്റും. ആ പണം സമൂഹത്തിന് ഷെയർ ചെയ്യാൻ കഴിയുന്നവരായി മാറാൻ പറ്റും. തീർച്ചയായിട്ടും മോന് അങ്ങനെ ഒരു റിക്വസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒന്നിച്ചൊരു യാത്ര പോകേണ്ടതുണ്ട്. പോകാം. നമസ്കാരം. സാർ ഒരുപാട് യാത്രകൾ ചെയ്ത വ്യക്തിയാണല്ലോ. എനിക്ക് 120 മേലെ രാജ്യങ്ങൾ സാർ സന്ദർശിച്ചിട്ടുണ്ട്. സാറിന്റെ യാത്രയിൽ ഏറ്റവും കൂടുതൽ പോകാൻ പണച്ചെലവുള്ള രാജ്യം ഏതാണ്? അതേപോലെ സാർ ഒരു അമേരിക്കൻ യാത്രയിൽ ഒരു എയർപോർട്ടിൽ ഇരിക്കുകയും അവിടെ ഇരുന്ന് ഒരു പുസ്തകം വായിക്കുകയും ആ പുസ്തകത്തിന്റെ പ്രചോദനത്തിലാണ് സാർ സവാരി ചാനൽ തുടങ്ങിയതാണ് കേട്ടത്. അത് സത്യമാണെങ്കിൽ സാറിന് എന്ന് പ്രചോദിച്ച ആ പുസ്തകം ഏതാണ്? അല്ല, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഒരു പുസ്തകം വായിച്ചിട്ട് ഞാൻ സഫാരി തുടങ്ങിയതല്ല. സഫാരി ചാനൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയ എൻ്റെ ദീർഘകാലമായുള്ള സ്വപ്നമായിരുന്നു, വർഷങ്ങളുടെ സ്വപ്നമാണ്. പക്ഷേ ഞാനത് തുടങ്ങാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ഞാൻ ചിന്തിക്കുമ്പോൾ എല്ലാം പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ചാനൽ തുടങ്ങിയാൽ ഒരു മാസം ഇപ്പോൾ സാറ്റലൈറ്റിന് വാടക ഉണ്ട്, കോടിക്കണക്കിന് രൂപ ഒരു വർഷം വേണം സാറ്റലൈറ്റിൻ്റെ വാടക. സഫാരി ഒരു ട്രാൻസ്പോണ്ടർ വാടകയ്ക്ക് എടുക്കണം. ഇന്റൽസാറ്റ് 70 എന്ന് പറഞ്ഞ സാറ്റലൈറ്റിൻ്റെ ട്രാൻസ്പോണ്ടർ വാടകയ്ക്ക് എടുത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഓരോ കേബിൾ ടി വിയിലും നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഓരോ കണക്ഷനും സഫാരി പൈസ കൊടുക്കണം. അതുപോലെ സ്റ്റാഫ്, ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റുഡിയോ ഫെസിലിറ്റി. അപ്പോൾ ഇത്രയും പൈസ വേണ്ട ഒരു കാര്യത്തിന് എങ്ങനെ ഫിനാൻഷ്യലി മുമ്പോട്ട് പോകും? വലിയ ആശങ്കകളുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിന് 24 മണിക്കൂറും സംപ്രേഷണം ചെയ്യാനുള്ള പ്രോഗ്രാം വേണം. അത് മനുഷ്യൻ സ്വീകരിക്കുന്നതാവോ? സഞ്ചാരം പോലുള്ളൊരു കണ്ടന്റ്, ട്രാവൽ പോലുള്ള ഒരു കണ്ടന്റുമായിട്ടൊരു ചാനൽ തുടങ്ങിയാൽ കേരളത്തിൽ ആരും അതുവരെ പരീക്ഷിക്കാത്ത ഒരു കണ്ടന്റാണ് ട്രാവലും ഹിസ്റ്ററി. ഈ രണ്ടും കൂടെ ചേർന്നൊരു കണ്ടന്റ് വിജയിക്കും. ഇങ്ങനെ ഭയങ്കര ആശങ്കകളായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ അമേരിക്കയിൽ എയർപോർട്ടിൽ ഹഡ്സൺ എന്ന് പറയുന്ന ഒരു ബുക്ക് സ്റ്റോളുണ്ട് എല്ലാ എയർപോർട്ടിലും. അതിൽ ഒരു പുസ്തകം, ഈ പുസ്തകത്തിൻ്റെ ഞാൻ അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, പക്ഷേ അതിൽ ഒരു മഞ്ഞ കവറാണ്. അതിൽ ഹെഡിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന 2 സെന്റൻസ് ഉണ്ട്. ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭത്തിൽ തുടങ്ങുമ്പോൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് അമിത ആശങ്കയാണോ? ആണെങ്കിൽ ഇപ്പം അവിടെ നിർത്തിയിട്ട് പ്രവർത്തനം തുടങ്ങുക. ഇതായിരുന്നു അതിനകത്തെ സെന്റൻസ്. ഞാൻ നേരിട്ട പ്രശ്നം അത് തന്നെയായിരുന്നു. അമിത ആശങ്കയായിരുന്നു. എനിക്ക് ഈ ചാനൽ തുടങ്ങിയ രക്ഷപ്പെടുമോ? 100,000 ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അമിത ആശങ്കയൊക്കെ നിർത്തിയിട്ട് പണി തുടങ്ങാമെന്നായിരുന്നു അതിനകത്തെ ആ സെന്റൻസ്. ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു, ശരി അങ്ങ് പണി തുടങ്ങിയിട്ട് തന്നെ കാര്യമൊന്നും. അതായിരുന്നു കാര്യം. ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം. അങ്ങയുടെ പാത പിന്തുടർന്ന് കാര്യങ്ങളെല്ലാം കണ്ട് ഞാനും ഈ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് ഹോളിലാൻഡ്, യൂറോപ്പ്, കാനഡ, ഗൾഫ് കൺട്രീസ് എല്ലാം പോകാറുണ്ട്. അന്ന് ചെയ്യുമ്പോൾ കൊച്ചു കൊച്ചു പണികൾ ഞാൻ ചെയ്യാൻ, ഒരു കൊച്ചു മൊബൈൽ ചെയ്യാൻ. എനിക്ക് തോന്നുന്നത് ഈ പോയ സ്ഥലങ്ങളിലൊന്നും തന്നെ ഒരു പോലീസിൻ്റെ ഇടപെടലോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൊടിപിടുത്തമോ രാഷ്ട്രീയ ഇടപെടലോ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പരിധിവരെ ഞാൻ പറഞ്ഞു, നമ്മുടെ നാടിൻ്റെ പല മേഖലകളുടെ പല വികസനത്തിലും ഒരു പരിധിവരെ വിഘാതം നമ്മുടെ രാഷ്ട്രീയമല്ലേ, നമ്മുടെ ഒച്ചതാത്തി പറയാൻ പോലീസിൻ്റെ ഇടപെടലൊക്കെയല്ലേ. നമ്മുടെ 50 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മുടെ വാഹനത്തിൽ പോലീസ് കൈ കാണിക്കാതിരിക്കില്ല, ഒന്നത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞു പോകുമ്പോൾ, അങ്ങ് യാത്ര ചെയ്തു പോയ മേഖലകളിൽ ഞാൻ പലപ്പോഴും ഓരോ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് എവിടെയാണ്, അത് ഇവിടെയാണെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ അങ്ങ് പോയ വഴികളിൽ ഏറ്റവും നല്ല നാട് ഏതാണ്?
നല്ല മനുഷ്യൻ എവിടെയാണ്, നല്ല ഭക്ഷണം എവിടെയാണ്, ശരിക്കും നമുക്ക് പോകാൻ പറ്റിയ ജീവിക്കാൻ പറ്റിയ ഭൂമിയിലെ നന്മ നിറഞ്ഞ നല്ല നാട് എവിടെയാണ് എന്ന് കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ സന്തോഷം. എനിക്ക് മോശം അനുഭവം അധികം ഉണ്ടായിട്ടില്ല യാത്രകളിൽ. കാരണം ഇപ്പോൾ മോശം അനുഭവം ഉണ്ടായാലും എനിക്കത് ഇഷ്ടമാണ്. കാരണം സഞ്ചാരിയുടെ ഡയറി കുറിപ്പിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എനിക്കുണ്ടാകുന്ന മോശം അനുഭവം കൂടെ പറഞ്ഞെങ്കിലേ എനിക്ക് കണ്ടന്റുള്ളൂ. പോയി എല്ലാം ഗംഭീരമായിരുന്നു, തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എപ്പിസോഡ് ഒന്നും നിറയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും പോകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടോ, തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്ത്, അതിങ്ങനെ അന്വേഷിക്കാറുണ്ട് ഞാൻ. പക്ഷേ ലോകത്ത് നമ്മൾ സഞ്ചരിച്ച നാടുകളിൽ അപൂർവം ചില നാടുകളിൽ വലിയ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു പൗരബോധം വളർന്നിട്ടില്ലാത്ത നാടുകളുണ്ട്, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ വളരാത്ത നാടുകളുണ്ട്, സമൂഹത്തിന് വേണ്ടത്ര അറിവില്ലാത്ത നാടുകളുണ്ട്. ആ രാജ്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആഫ്രിക്കയിൽ ജിബൂട്ടി എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. അവിടുത്തെ ഉൾഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പാവപ്പെട്ട മനുഷ്യരാണ്, ദരിദ്രരാണ്, വിദ്യാഭ്യാസമില്ല. അവിടുത്തെ സ്ത്രീകളൊക്കെ ക്യാമറയുമായിട്ട് ഒരാൾ ചെല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ ഭയന്നോടുകയാണ്. നമ്മൾ അവരുടെ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ കല്ലെടുത്ത് എറിയുകയാണ്. കാരണം അവരുടെ വിശ്വാസത്തിൽ അവർ ചിന്തിക്കുന്നത് ക്യാമറയിൽ പതിഞ്ഞാൽ അവരുടെ ആയുസ് കുറഞ്ഞു പോകുന്നൊക്കെ ചിന്തിക്കുന്ന അന്ധവിശ്വാസമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തിനു ചെല്ലുന്നു എന്നുള്ള ആശങ്കയുണ്ട്. പുറംലോകം കാണാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ദുരാചാരങ്ങൾ, ദുഷ്ചിന്തകൾ, നമ്മുടെ ചില കെട്ടുപാടുകളൊക്കെ അധികം പുറംലോകം കാണാത്ത മനുഷ്യരുമായിട്ട് ഇടപെടാത്ത സമൂഹങ്ങളിലേ ഉള്ളൂ. മനുഷ്യരുമായിട്ട് നിരന്തരം ഇടപെടുന്ന സമൂഹങ്ങളിൽ, നല്ല വിദ്യാഭ്യാസമുള്ള സമൂഹങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ്. പിന്നെ വിദ്യാഭ്യാസവും മനുഷ്യരായിട്ട് ഇടപെടലും സാമ്പത്തികവും മാത്രമല്ല, ചില നാടിൻ്റെ ചില സംസ്കാരങ്ങളുണ്ട്. പൂർവികരായിട്ട് പറഞ്ഞു കൊടുത്ത ചില സംസ്കാരങ്ങൾ, അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ പറയുന്നത് പോലെ, നമ്മൾ പറയലാണ് കൂടുതലെങ്കിൽ അത് അതുപോലെ പ്രവർത്തിക്കുന്ന ചില നാടുകളുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മധ്യേഷ്യയിലെ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ അവരെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി സദ്യ നൽകും. ഭക്ഷണം അവർക്കില്ലെങ്കിൽ അതെടുത്ത് തരും. നമുക്ക് വഴിയേ പോകുന്നവരെ വാ ഒന്ന് കയറി ചായ കുടിച്ചിട്ട് പോയി എന്ന് പറയുന്ന എത്ര പേരുണ്ട് നമ്മൾ? ചില കേരളത്തിൽ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ അത് അങ്ങനെ ചെന്നാൽ അവർ വിളിച്ചു കയറ്റി ചായ തരും, ഭക്ഷണം തരും. തിരിച്ച് ഇറങ്ങാൻ നേരത്ത് അവർ നമുക്കൊരു സമ്മാനവും കൂടെ തന്നു വിടുന്ന അത്ര ഹൃദ്യമായി പെരുമാറുന്ന ആളുകളുള്ള നാടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അവസാന ചോദ്യം. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താ പറയുക, ഇപ്പോൾ NRIs ആണെങ്കിലും ഇവിടെ വന്നിട്ട് വേറെ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു സാർ പറഞ്ഞില്ലേ, ഇവിടുന്ന് പുറത്തത്തെ ആൾക്കാർക്ക് എന്താ പഠിക്കാനുള്ളത്? അതായത് നമ്മുടെ ഉള്ള കുറേ ട്രേറ്റ്സ് ഇല്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ചിലപ്പം ഒരു ഫാമിലി ബിലോങ്ങിങ് അങ്ങനത്തെ ഒരു സെൻസ് കൂടുതലായിരിക്കാം. അങ്ങനത്തെ ഒരു ട്രേറ്റ് പുറത്തത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഉണ്ട് എന്ന് നിങ്ങൾ വിഷ് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഈ സമൂഹത്തിൽ ചില സിസ്റ്റങ്ങൾ വളർന്നു വരുന്നത് ഉരുത്തിരിഞ്ഞു വരുന്നത് ഇതെല്ലാം അവിടുത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉരുത്തിരിഞ്ഞു വരുന്നത്. നമ്മളിപ്പം 80കളിൽ പറയുമായിരുന്നു കുടുംബ മൂല്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇതെല്ലാം നമുക്കാണ് വളരെ കൂടുതലെന്ന്. ഈ 2024 അത്രയും പറയാൻ പറ്റുമോ? കാരണം എന്താ? ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറി. മക്കൾക്ക് മാതാപിതാക്കളെ പരിചരിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് വീട്ടിൽ നിൽക്കാവുന്ന സാഹചര്യം ഇല്ലാതായി. അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മക്കളെ നല്ല വിദ്യാഭ്യാസം നൽകണമെങ്കിൽ, അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവരെ നടത്തണമെങ്കിൽ കാരണവന്മാരെ പരിചരിക്കണോ മക്കളെ നോക്കണോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അടുത്ത തലമുറയെ രക്ഷപ്പെടുത്തി വിടാൻ വേണ്ടി എനിക്ക് അന്യനാട്ടിൽ പോയി തൊഴിലെടുക്കേണ്ടി വരുന്നു. അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ വേറെ വഴിയില്ല. നമ്മൾ അങ്ങനെ നാട് വിട്ട് ജോലി തേടി പോകുന്നവരെ കുറ്റപ്പെടുത്തുന്നതിന് എന്താ അർത്ഥമിരിക്കുന്നത്? മാതാപിതാക്കളെ അനാഥാലയത്തിലാക്കി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ തന്നെ ചിന്തിക്കണം. നമ്മൾ നാളെ മാതാപിതാക്കളാകും, നമുക്ക് നാളെ വയസ്സാകും. അപ്പം നമ്മുടെ മക്കൾ നമ്മളെ നോക്കാനുണ്ടാവില്ല. അതിന് ബുദ്ധിപൂർവ്വം ഇപ്പോഴേ എന്ത് ചെയ്യണം എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. ഒരു ജീവി വർഗത്തിൽ നമ്മൾ നോക്കൂ, ആ ജീവി വർഗം മാതാപിതാക്കളെ നോക്കുന്നില്ല. ഒരു പട്ടിക്കുഞ്ഞ് അതിൻ്റെ തള്ളയും തന്തയൊന്നും അന്വേഷിച്ച് നടക്കാറില്ല. കുഞ്ഞിനെ തന്തയും തള്ളയും അന്വേഷിക്കാറേ ഉള്ളൂ. അത് നടക്കാറാവുന്നിടം വരെ. ഇതേ സിസ്റ്റം അല്ലേ പാശ്ചാത്യ സിസ്റ്റം എന്ന് പറയുന്നത്? കുഞ്ഞ് നടക്കാറായി കോളേജിൽ പോകാറാവുന്നിടം വരെ അവരെ നോക്കും, സംരക്ഷിക്കും. അത് കഴിയുമ്പോൾ പറയും നീ നിന്റെ കാര്യം നോക്കിക്കോണം, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. ഇതിലേക്ക് നമ്മൾ എത്തുകയല്ലാതെ നമ്മൾ ഈ പഴംപുരാണവും പറഞ്ഞിരുന്നിട്ട് ഇനി വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹം വേണം, സൗഹാർദ്ദം വേണം, മാതാപിതാക്കളോട് നമ്മൾ പുലർത്തുന്ന മാന്യമായ എല്ലാ ആദരവുകളും നൽകണം. എന്നാൽ മക്കൾക്ക് കിട്ടിയ അവസരം, നാസയിൽ ജോലി കിട്ടിയ ഒരു മകൻ ആ ജോലി ഉപേക്ഷിച്ച് ഇവിടെ വന്ന അച്ഛനെ അമ്മയെ നോക്കൽ മാത്രമാണ് അവന്റെ ദൗത്യം. അവനിവിടെ എന്ത് ജോലി പകരം കൊടുക്കാൻ പറ്റും? നാസയിൽ കൊടുത്ത ജോലിക്ക് പകരം കേരളത്തിൽ അല്ലെ വയനാട്ടിൽ ഒരു ജോലി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അവസരങ്ങളല്ലേ എല്ലാ തലമുറയും നോക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ അവസ്ഥയേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും അധ്വാനിക്കുന്നത്. അവിടെ
മക്കളും മാതാപിതാക്കളും ചേർന്ന് ഈ മാതാപിതാക്കളുടെ ജീവിതം സുരക്ഷിതമാകാൻ, സംതൃപ്തികരമാകാൻ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട വീടുകളിൽ, ദ്രവിച്ചു വീഴാറായ വീട്ടിൽ ആരും അന്വേഷിക്കാനില്ലാതെ നമ്മുടെ അച്ഛനും അമ്മയും താമസിക്കുന്നതിന് പകരം ഇനിയുള്ള കാലത്ത് മാതാപിതാക്കളുടെ, പ്രായമായവരുടെ നല്ല ഗംഭീരമായ സൗകര്യങ്ങളുള്ള കമ്മ്യൂണിറ്റികൾ രൂപപ്പെടണം, കമ്മ്യൂണിറ്റി ഹോമുകൾ ഉണ്ടാക്കണം. അത്തരം ഫെസിലിറ്റികളിലാണ് ഈ പാശ്ചാത്യരുടെ ഒത്തുചേരലുകൾ. അവിടെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് അവരെന്തൊക്കെയാണ് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. ഒപ്പം തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഫോൺ ചെയ്യാം. ഇന്നത്തെ ഫെസിലിറ്റിയിൽ വീഡിയോ കോൾ ഫെസിലിറ്റികളുണ്ട്. മാസത്തിലൊന്ന് സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ സന്ദർശിക്കാം. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും എടുക്കാം. ഇങ്ങനെ പ്രായോഗികമായിട്ട് ചിന്തിക്കുകയല്ലാതെ ഇതിന് വേറൊരു സൊല്യൂഷൻ ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അതിന് മറ്റൊരു സൊല്യൂഷൻ ഉണ്ടോ പറയാം. ഞാനീ സഞ്ചരിച്ചിട്ട് ലോകത്ത് മുഴുവൻ ഇങ്ങനെയാണ് കാണുന്നത്. നമ്മളും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ തിരിച്ചറിയാൻ മാർഗമുള്ളൂ. നമ്മൾ കുറച്ച് നേരമായി മനോഹരമായിട്ടുള്ള ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം കറങ്ങിയ ഒരു മലയാളിയുടെ ജീവിത വീക്ഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദത്തിന് യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളത് മാത്രമല്ല, അത് കേൾക്കാനായിട്ട് വളരെ ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, ഡബ്ബിംഗ് തിയേറ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ ശബ്ദത്തിന് യാതൊരു കുഴപ്പവും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നാണ് നിങ്ങൾ സ്വന്തം ശബ്ദത്തിൽ സഞ്ചാരത്തിൻ്റെ എപ്പിസോഡുകൾ ചെയ്യുക? സ്വന്തം ഈ കേൾക്കുന്ന സ്വരത്തിൽ നമുക്കത് കേൾക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ളൊരു കൗതുകത്തിൻ്റെ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് വളരെ നന്ദിപൂർവ്വം ഈ വാക്കുകൾക്ക് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഉത്തരം പറഞ്ഞു. സഞ്ചാരം 27 വർഷം മുമ്പ് ആരംഭിക്കുമ്പോൾ അന്ന് അത്തരം ഡോക്യുമെൻ്ററി അല്ലെ ടെലിവിഷൻ പരിപാടികൾക്ക് ഒരു ഘനഗംഭീരമായ ഒരു ശബ്ദത്തിൽ ഒരാളുടെ ഒരു നറേഷൻ കൊടുക്കുന്നതായിരുന്നു ശീലം. അങ്ങനെയാണ് സഞ്ചാരം ആരംഭിക്കുമ്പോൾ അനീഷ് പുന്നൻ പീറ്റർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ശബ്ദം കൊടുത്തു തുടങ്ങിയത്. അതിന് സ്ക്രിപ്റ്റ് എഴുതുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല, കഴിഞ്ഞ 27 വർഷമായിട്ട് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് ഒരു വയനാട്ടുകാരനാണ്. AU രതീഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 27 കൊല്ലമായിട്ട് മരങ്ങാട്ടുള്ളിയിൽ ജീവിക്കുന്ന ഒരു വയനാട്ടുകാരൻ, സുൽത്താൻ ബത്തേരിക്കാരനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ആദ്യകാലം മുതൽ എൻ്റെ കൂടെ ഉള്ളതാണ്. ശബ്ദം എൻ്റെ നല്ലതായിരിക്കാം, സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാവാം. പക്ഷേ 27 കൊല്ലം മുമ്പ് ഞാൻ ഈ പണി തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെയുള്ള ആ രണ്ടുപേരെ ഞാൻ പറഞ്ഞു വിടണമെന്നാണോ? അപ്പം അതുകൊണ്ട് എൻ്റെ ശബ്ദം മറ്റൊരു പരിപാടിയിൽ, സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് എന്ന് പറയുന്ന മറ്റൊരു പരിപാടിയിൽ എല്ലാ ആഴ്ചയും ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ പറയുന്നുണ്ട്. സഞ്ചാരത്തിൻ്റെ ശബ്ദം സഞ്ചാരത്തിൻ്റെ ആ ശബ്ദകാരൻ തന്നെ തുടരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ സന്തോഷം. വളരെ ലൈവായിട്ടുള്ള ഈ സെഷൻ, വളരെ കൃത്യമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. ആൾക്കാർ അത് ആസ്വദിച്ചു എന്നുള്ള ഒരു സന്തോഷത്തിൽ നമുക്ക് തൽക്കാലം ഉച്ചഭക്ഷണത്തിനായിട്ട് പിരിയാം.